Yes, hello, good afternoon. Good afternoon, Miss. Good afternoon. Join ചെയ്ത് വരുന്ന ആൾക്കാര് ഓക്കെ വരട്ടെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിവിടെ പറഞ്ഞു നിർത്തി, പഠിച്ചു നിർത്തിയത് എവിടെയാ? ഓർമ്മയുണ്ടോ? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് തുടങ്ങിയതേ ഉള്ളൂ. യെസ്, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫോർ ഹെൽത്ത് ഇൻഷുറൻസ്, അതാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. തുടങ്ങാണോ? തുടങ്ങട്ടെ ആണല്ലോ അല്ലെ? അതെ അതെ. യെസ്. അപ്പൊ നമ്മള് അതിനു മുമ്പ് കുറച്ച് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ, നമ്മുടെ എക്സാമ്പിൾസ് പറഞ്ഞു. നിലവിലുള്ള കുറച്ച് ആരോഗ്യ സുരക്ഷാ ചില ഇൻഷുറൻസ് പദ്ധതികളുടെ പേരുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് നിർത്തിയത്. അപ്പൊ നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്ന ഒരു ചെറിയൊരു ഡിഫറെന്റ് ടോപ്പിക് ആണ്. ദാറ്റ് മീൻസ് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. തേർഡ് പാർട്ടി മീൻസ് നമുക്കറിയാം, മൂന്നാമത് ഒരാളെന്നൊക്കെ നമ്മൾ പറയില്ലേ, മൂന്നാമത് ഒരാൾ, അതായത് ഇടനിലക്കാരായിട്ടൊക്കെ അല്ലെ തേർഡ് പാർട്ടി. മറ്റേ നമ്മൾ തേർഡ് പാർട്ടി ക്ലെയിം പഠിച്ചു, അതല്ല, അതുമായിട്ട് ബന്ധമില്ല. ഇതിന് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഈ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കമ്പൻസി എന്നോ അല്ലെങ്കിൽ ഒരു കമ്പനിന്നോ ഒരു ഏജൻസിന്നോ ഒരു ഓർഗനൈസേഷനോ ഒക്കെ നമുക്ക് അവരെ വിശേഷിപ്പിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ IRDA ആയിട്ട്, അതായത് നമ്മുടെ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി, അതിന്റെ ലൈസൻസ് കിട്ടിയിരിക്കുന്ന ആൾക്കാരാണ്. ഇതിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? ടു പ്രോസസ് ക്ലെയിമുകളൊക്കെ നടത്തുമ്പോൾ, ആരെങ്കിലും ഒക്കെ പേഷ്യൻസ് ഒക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആയി അവർക്ക് ക്ലെയിമുകളൊക്കെ വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ആ ക്ലെയിമുകളുടെ കാര്യങ്ങളൊക്കെ അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ക്യാരി ഓൺ ചെയ്ത് ക്ലെയിം സെറ്റിൽ ചെയ്ത് കൊടുക്കാനായിട്ട് ലൈസൻസ് കിട്ടിയിരിക്കുന്ന അതോറിറ്റി, അതിന് ഉള്ള അധികാരമുള്ള ആളുകൾ, അല്ലെങ്കിൽ അതിനെ ഒരു ഏജൻസി ആയിട്ടോ ഒരു ഓർഗനൈസേഷനോ ഒക്കെ ആയിട്ട് നമുക്ക് വിശേഷിപ്പിക്കാം. ആ ഒരു ഏജൻസിനെയാണ് നമ്മൾ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് വിളിക്കുക, TPA എന്ന് വിളിക്കുക. എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി ഞാൻ എടുത്തിരിക്കുന്ന ആളാണ്, എന്തെങ്കിലും അസുഖമായിട്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ്, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഡയറക്ട്ലി ഞാൻ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് എന്റെ ക്ലെയിം വെക്കാതെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് അവൈലബിൾ ആണെങ്കിൽ അവരിലേക്ക് എനിക്ക് ഇന്ന ക്ലെയിമിന് വേണ്ടിയിട്ട് ഞാൻ ആവശ്യപ്പെടുന്നു. അപ്പൊ ആ ക്ലെയിം നടത്തി തരാൻ, അല്ലെങ്കിൽ ആ ക്ലെയിമിന്റെ സെറ്റിൽ ചെയ്ത് തരാൻ, ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്യുന്നത് ഈ ഒരു ഏജൻസി ആയിരിക്കും. അങ്ങനെ അധികാരമുള്ള ലൈസൻസ് കിട്ടിയിരിക്കുന്ന ഏജൻസിയാണ് നമ്മൾ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് വിളിക്കുക. ഇതൊരു ഓർഗനൈസേഷൻ, ഒരു എൻറ്റിറ്റി ആണ്. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽ, അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഏത് ഹോസ്പിറ്റലിലാണ് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള സർവീസസ് കിട്ടുക അത് സെലക്ട് ചെയ്യാനും, അതുപോലെ തന്നെ അവരുടേതായ എന്താ പറയാ സർവീസ്, നമുക്ക് നല്ല രീതിയിലുള്ള സർവീസ് തരാനും, നല്ല ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് തരാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏജൻസി കൂടിയാണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രധാനപ്പെട്ട ആൾക്കാർ, അതിനകത്ത് ആ ഒരു വലയത്തിൽ വരുന്നവരാരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ the stakeholders of third party administrators ആരൊക്കെയാന്ന് ചോദിച്ചാൽ ഇൻഷുറൻസ് കമ്പനി, അതാണ് അവിടെ ഇൻഷുറൻസ് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഹെൽത്ത് കെയർ പ്രൊവൈഡർ, that means the hospital, and the policy holder, that means the insured, ആരാണ് ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് അവര്. അപ്പൊ ഈ മൂന്ന് ആളുകളുമായി ബന്ധപ്പെട്ട ഒരു ഏജൻസിയാണ് നമ്മുടെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഹെൽത്ത് കെയർ പ്രൊവൈഡർ, പോളിസി ഹോൾഡേഴ്സ്, ഇൻഷുറൻസ് കമ്പനി, ഇവരെല്ലാമായിട്ട് നമ്മുടെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർക്ക് ബന്ധമുണ്ട്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീൻസ് ബന്ധപ്പെട്ടവർ എന്നാണ് അർത്ഥം. ആ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് TPA എന്നുള്ള മൂന്ന്
ആ പോയിന്റുകൾ ഒന്ന് മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യുക. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ആ ഒരു ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈസ് എ കമ്പനി ഓർ ഏജൻസി ഓർ ഓർഗനൈസേഷൻ ദാറ്റ് ഹോൾഡ്സ് എ ലൈസൻസ് ഫ്രം ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ടു പ്രോസസ് ക്ലെയിംസ്. ടു പ്രോസസ് ക്ലെയിംസ് വരെയുള്ളത് മതി, അതിന്റെ അടുത്തേക്ക് വേണമെന്നില്ല. ഇത് ആ ഒരു ഭാഗം കേട്ടാ, അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ആ 2 പോയിന്റിൽ ഈ 2 സെന്റൻസുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. മനസ്സിലായോ? എന്താണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് മനസ്സിലായോ? അതായത് ഒരു ഇന്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കുക. ആരുടെ? ഇൻഷുറൻസ് വാങ്ങിച്ചു തരാൻ, നമുക്ക് ഇൻഷുറൻസിന്റെ ക്ലെയിമുകൾ സെറ്റിൽ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് അത് ഹോസ്പിറ്റൽസിലേക്ക് അതിന്റെ ക്യാഷ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ക്യാഷുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മളെയും ഹോസ്പിറ്റലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി, ഒരു ഇന്റർമീഡിയറി, ഒരു മധ്യവർത്തി എന്നൊക്കെ നമുക്ക് TPA തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ക്ലിയർ ആയോ? ഇത് എന്താണെന്ന് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ മനസ്സിലായോ? മനസ്സിലായി വേഗം പറയൂ. ഓക്കെ, then who are this TPA and what they do? എന്താണ് ഇവർ ചെയ്യുക? TPA സാധാരണയായിട്ട് എന്താണ് ചെയ്യുക? TPA നമ്മുടെ IRD ആണ് ഇവർക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? ലൈസൻസ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കോർഡിംഗ് ടു ദ ഗൈഡ് ലൈൻസ് ഓഫ് IRDA, ഈ IRDAയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം അല്ലെങ്കിൽ അവരുടെ നിയമാവലി പ്രകാരം TPA ഷുഡ് ഹാവ് ടു മെയിൻറ്റെയിൻ ഇൻ ദെയർ ഓൺ ഇൻ ഹൗസ്, അവരുടെ ഹൗസിൽ, അവരുടെ ഇൻ ഹൗസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ ആ ഒരു ഗ്രൂപ്പില് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഏജൻസിയില് കുറച്ച് ആളുകളെ അവരെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ആൾക്കാരെന്ന് പറയുന്നത് അവരുടെ ക്ലെയിം സെറ്റിൽമെന്റുമായി ബന്ധപ്പെടേണ്ട ചില വ്യക്തികളാണ്. ആ വ്യക്തികളുടെ ഒരു ഗ്രൂപ്പ് തങ്ങളുടെ ഒപ്പം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ടവരാണ് TPA എന്ന് പറയുന്നത്. ആരൊക്കെയാണ് ഇവര് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? അങ്ങനെ മെഡിക്കൽ ഒരു ഡോക്ടർ, അതായത് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അംഗീകരിച്ചിട്ടുള്ള ഒരു എന്താ പറയാ ഡോക്ടർ ഇവരുടെ കൂടെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇവർ അവരുടെ ഹൗസിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് എന്താ പറയാ ഹോസ്പിറ്റലിലെ വരുന്ന പേഷ്യൻസ് ഇവരെ ക്ലെയിമുകളൊക്കെ വയ്ക്കുമ്പോൾ എന്തെങ്കിലും രോഗങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സംസാരിക്കാനോ അവരിൽ നിന്ന് അറിയാനോ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഒരു ഡോക്ടർ അവരുടെ കൂടെ ഉണ്ടായിരിക്കണം. ഹോസ്പിറ്റലിന്റെ മാനേജർ ഇവരുടെ എപ്പോഴും ഇവരുമായിട്ട് ഒരു ബന്ധമുള്ള ആരായിരിക്കണം. ലീഗൽ എക്സ്പെർട്സ്, ചിലപ്പോൾ നിയമപരമായ വശങ്ങളൊക്കെ ചിലപ്പോൾ കൈകാര്യം ചെയ്യേണ്ടി വരും. ചിലപ്പോൾ വല്ല ആക്സിഡന്റ് ഒക്കെ ആയിട്ട് വന്നേക്കാണെങ്കിൽ അങ്ങനെയുള്ള നിയമവശങ്ങളൊക്കെ അറിയാവുന്ന ഒരു ലീഗൽ എക്സ്പെർട്ട് അതിനകത്ത് ഉണ്ടായിരിക്കണം. ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൺസൾട്ടൻസ് അവരുണ്ടായിരിക്കണം. പിന്നെ IT പ്രൊഫഷണൽസ്, ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോർവേഡ് ചെയ്യാനോ ഫാക്സ് ചെയ്യാനോ അല്ലെങ്കിൽ ഡോക്യുമെന്റുകളൊക്കെ സ്കാൻ ചെയ്യാനോ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതിന് IT പ്രൊഫഷണൽസിന്റെ ഹെൽപ്പ് വേണ്ടി വരും. അപ്പൊ അതിനുവേണ്ടി അവരുണ്ടായിരിക്കണം. മാനേജ്മെന്റ് കൺസൾട്ടൻസ്, അതായത് നമ്മുടെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൺസൾട്ടൻസ്, ഇവരൊക്കെ എപ്പോഴും തങ്ങളുടെ ആ ഒരു ഗ്രൂപ്പില് അല്ലെങ്കിൽ ആ ഒരു ഇൻ ഓൺ ഹൗസിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത് നിർബന്ധമാണ്. അത് IRDA പറഞ്ഞിരിക്കുന്ന നിയമമാണ്. മനസ്സിലായോ? അപ്പൊ ഇവരുടെ കീഴിൽ അതൊക്കെ ഉണ്ടായിരിക്കണം. അല്ലാതെ എന്തെങ്കിലും ഒരു പേഷ്യന്റ് വന്നിട്ട് അവരുടെ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വേണ്ടി ക്ലെയിം ചെയ്യുമ്പോഴല്ല, ഡോക്ടർ ഉണ്ടോ, ലീഗൽ എക്സ്പെർട്സ് അവൈലബിൾ ആണോ എന്നൊക്കെ അന്വേഷിക്കാൻ പോകേണ്ടത് അപ്പോഴല്ല. അവരുടെ കൂടെ അവര് എപ്പോഴും ആ ഒരു ഗ്രൂപ്പിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ ആരെങ്കിലൊക്കെ ചിലപ്പോൾ ആ സമയത്ത് ഇല്ലെങ്കിൽ അതിന് പകരം നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്ന ആളെയൊക്കെ കണ്ടെത്തി അതൊക്കെ ക്ലിയർ ചെയ്ത് വെക്കണം. കാരണം എപ്പോഴാണ് പേഷ്യൻസ് ക്ലെയിമിന് വേണ്ടിയിട്ട് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട പേഷ്യൻസ് വരികയാണെന്ന് അറിയാൻ പറ്റില്ലല്ലോ. സോ ദേ ഹാവ് ടു മെയിൻറ്റെയിൻ, അവരത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ആരെയൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? മെഡിക്കൽ ഡോക്ടർ രജിസ്റ്റേർഡ് വിത്ത് ദ മെഡിക്കൽ കൗൺസിൽ, അല്ല ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അംഗീകരിച്ച ഒരു ഡോക്ടർ ആയിരിക്കണം. അതായത് ഇതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊന്നും അല്ലാന്ന്. മനസ്സിലായോ? പിന്നെ ഹോസ്പിറ്റൽ മാനേജേഴ്സ്, ലീഗൽ എക്സ്പേർട്സ്, ഇൻഷുറൻസ് കൺസൾട്ടൻസ്, IT പ്രൊഫഷണൽസ് ആൻഡ് ഓൾസോ മാനേജ്മെന്റ് കൺസൾട്ടൻസ്, ഇവരെല്ലാവരും ഇവരുടെ ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കണം. ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ആൻഡ് ദിസ് ടീം, ഈ ഒരു ടീം ഓഫ് പ്രൊഫഷണൽ എന്ന് വെച്ചാൽ ഇവരെല്ലാവരും അടങ്ങുന്ന ആ ഒരു ടീം, അവര് എന്താ പറയാ ഈ മാനേജ്മെന്റ് കൺസൾട്ടൻസ് എല്ലാവരും തന്നെ ഇവരെല്ലാവരും they have a relation with the customers, that means the patient. ഈ വരുന്ന പേഷ്യൻസുമായിട്ട് ഒരു നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കും. മാത്രമല്ല they have to make smooth the process of ക്ലെയിമിങ്ങിന്റെ പ്രോസസ് ഒക്കെ സ്ട്രീംലൈൻ ചെയ്യാൻ, എന്നിട്ട് സ്മൂത്ത് ആയിട്ട് അതെല്ലാം നടത്തി കൊടുക്കാനായിട്ട് ഈ കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു ബന്ധം ഈ ഒരു പ്രൊഫഷണൽസ്, ഈ ഒരു ടീം എപ്പോഴും ഉണ്ടാക്കിയെടുക്കുകയും and also they have to make sure that no false treatment is provided, unwanted treatment is provided, no false claims are made by the patients എന്നൊക്കെ ഉറപ്പുവരുത്തുക വേണം. എന്ന് വെച്ചാൽ ചില ആൾക്കാരെ എന്താ പറയാ തെറ്റായ ചില വിവരങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ക്ലെയിം വേണമെന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ സാധ്യതയുണ്ട്
അല്ലെ. അപ്പൊ അങ്ങനെയുള്ള തെറ്റായ ക്ലെയിമുകളെല്ലാം അൺവാണ്ടഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്താനും ഇവർക്ക് എന്തൊക്കെ റൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഇവരുടെ ശരിയായ രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ അത് അവരുടെ സർവീസസിനെ ബാധിക്കും. അവരുടെ സേവനം അവരുടെ സേവനമാണ്. കാരണം അതേ വേണ്ടാത്തവർക്ക് വേണ്ടുന്നവർക്കൊക്കെ ക്ലെയിം വാങ്ങിച്ചു കൊടുത്തു. എന്താ അതിന്റെ ആവശ്യം അല്ലെ? അത് ഇൻഷുറൻസ് കമ്പനിക്ക് കൂടി എന്താ പറയാ ആരുടെയൊന്നും ഭാഗത്തു നിന്നൊന്നും അല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത് അല്ലെ. ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, പോളിസി എഗ്രിമെന്റ് പ്രകാരം എല്ലാവർക്കും ക്ലെയിമുകൾ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ആവശ്യമില്ലാത്ത ക്ലെയിമുകളൊന്നും നമ്മൾ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് വാശി പിടിക്കേണ്ട ആവശ്യമില്ല. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇതൊക്കെ അവരാണ് ഉറപ്പുവരുത്തേണ്ടത്. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ഇൻക്രീസ് ഓർ ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ദെയർ സർവീസസ്. അങ്ങനെ അവരവരുടെ എന്ത് ചെയ്യുക, ക്വാളിറ്റി ഓഫ് സർവീസ്, അവരുടെ സേവനത്തിന്റെ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുക, വിച്ച് ലീഡ്സ് ടു ലോവർ ഇൻഷുറൻസ് പ്രീമിയം. അങ്ങനെ കൂടുതൽ നല്ല നല്ല ക്വാളിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതനുസരിച്ച് കൂടുതൽ പേഷ്യൻസിനെ കിട്ടും. അതായത് കൂടുതൽ പേര് അത്തരം ഹെൽത്ത് ഇൻഷുറൻസിന്റെ പദ്ധതിയുടെ ഭാഗമാകും. അപ്പൊ അങ്ങനെ കുറഞ്ഞ പ്രീമിയത്തിലൊക്കെ നമുക്ക് പുതിയ ഇൻഷുറൻസ് ഒക്കെ കൊണ്ടുവരാനൊക്കെ സാധിക്കും അല്ലെ. അപ്പൊ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് എല്ലാ വിഭാഗങ്ങളിലും ഉണ്ട്. അപ്പൊ ഓരോ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റും നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു അല്ലെ ഒരു മെഷർമെന്റ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടുമ്പോൾ വി ക്യാൻ റെഡ്യൂസ് ദ പ്രൈസ്. തീർച്ചയായിട്ടും നമുക്ക് വില കുറയ്ക്കാം. അത് ഈ ഇൻഷുറൻസിന്റെ കാര്യത്തിലാവുമ്പോൾ ഇൻഷുറൻസിന്റെ പ്രീമിയം എമൗണ്ട് ഒക്കെ വേണമെങ്കിൽ നമുക്ക് കുറച്ചു കൊടുക്കാനൊക്കെ പറ്റും. ഓക്കെ, അങ്ങനെ TPA ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ദേ ഷുഡ് ബി പ്രൊവൈഡഡ് സം എമൗണ്ട് ഓഫ് ഫീസ്. തീർച്ചയായിട്ടും ഈ TPA അതിനുവേണ്ടി അവർ നൽകുന്ന സേവനത്തിന് കുറച്ച് ഫീസ് കൊടുക്കേണ്ടി വരും അല്ലെ. അപ്പൊ ആ ഫീസ് ആരായിരിക്കും കൊടുക്കുക? അപ്പൊ ഞാൻ TPAയുടെ സഹായം ആവശ്യപ്പെടുന്നു. എനിക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആണ്, എനിക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, എനിക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് വാങ്ങിച്ചു തരണം പറഞ്ഞ് ഞാൻ ക്ലെയിം ചെയ്യാണ്. ഐ ഹാവ് റേസ്ഡ് എ ക്ലെയിം. ഞാൻ ക്ലെയിം റേസ് ചെയ്യാണ്. ആരുടെ അടുത്ത്? ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ പുറത്തോ എന്തെങ്കിലും TPAയുടെ അടുത്ത് ക്ലെയിം റേസ് ചെയ്യുന്നു. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ആ ഒരു എമൗണ്ട് ഞാനാണ് അത് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഞാനാണ് അതിന് വേണ്ടിയിട്ട് അവരെ സമീപിക്കുന്നത്, അവരെ അപ്രോച്ച് ചെയ്യുന്നത്. സോ ഐ ഷുഡ് പേ അല്ലെ. ഞാൻ അതിന്റെ ഫീസ് കൊടുക്കട്ടെ, കാരണം എനിക്ക് വേണ്ടിയുള്ള സേവനമല്ലേ അവർ ചെയ്യുന്നത്. പറ്റില്ല, വേണ്ട, ഞാൻ കൊടുക്കണ്ട. ഇൻഷുറൻസ് കമ്പനി ഹാവ് ടു പ്രൊവൈഡ് ബിക്കോസ് ദേ ഹാവ് ഗോട്ട് ദ ലൈസൻസ് ഫ്രം IRDA. തീർച്ചയായിട്ടും അവർക്ക് ലൈസൻസ് കൊടുത്തിരിക്കുന്നത് IRDA ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയെ കൺട്രോൾ ചെയ്യുന്നതാണല്ലോ IRDA. അതുകൊണ്ട് ഇൻഷുറൻസ് പ്രൊവൈഡർ ആണ്, ഇൻഷുറർ ആണ്. അതിന്റെ ഫീസ് ആർക്ക് കൊടുക്കണ്ടേ? ഞാൻ കൊടുക്കണ്ട, കസ്റ്റമേഴ്സ് കൊടുക്കണ്ട, അവര് കൊടുക്കണം. അതും കൊടുക്കുന്നതിന് ഒരു എമൗണ്ട് ഫിക്സഡ് റേഷ്യോ അവർ പറയുന്നുണ്ട്. 5.5% ഓഫ് ദ പ്രീമിയം. ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നതിന്റെ 5.5% TPAക്ക് എന്ത് കൊടുക്കണം? അവരുടെ ഫീസായിട്ട് ആര് കൊടുക്കണം? ഇൻഷുറൻസ് കമ്പനി, ഇൻഷുറർ ഷുഡ് പ്രൊവൈഡ്. ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സാധാരണയായിട്ട് TPA ചെയ്യുക. അപ്പൊ TPA അവരുടെ ഓൺ ഹൗസിൽ കുറച്ച് ആളുകളെ എപ്പോഴും സജ്ജമാക്കി നിർത്തിയിരിക്കണം. മെഡിക്കൽ ഡോക്ടേഴ്സ്, ലീഗൽ എക്സ്പെർട്സ്, കൺസൾട്ടൻസ്, ഇൻഷുറൻസ് കൺസൾട്ടൻസ്, IT പ്രൊഫഷണൽസ്, പിന്നെ മാനേജ്മെന്റ് കൺസൾട്ടൻസ്, ഇവരെയൊക്കെ റെഡിയാക്കി ഇപ്പോൾ വെച്ചിരിക്കണം. ആൻഡ് ദേ ഹാവ് ടു മേക്ക് എ റിലേഷൻ ബിറ്റ്വീൻ ദ പേഷ്യൻസ് ആൻഡ് പേഷ്യൻസ് മീൻസ് പോളിസി ഹോൾഡേഴ്സ് ആൻഡ് ഇൻഷുറൻസ് കമ്പനിയും അതുപോലെ തന്നെ പോളിസി ഹോൾഡേഴ്സുമായിട്ട് ഒരു നല്ലൊരു ബന്ധം. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു മേക്ക് ഷുവർ, അവർ ഉറപ്പുവരുത്തേണ്ട കാര്യം നോ ഫോൾസ് ക്ലെയിംസ് ആർ മെയ്ഡ് ബൈ പേഷ്യൻസ്. പേഷ്യൻസ് ഒന്നും തെറ്റായ രീതിയിലുള്ള ക്ലെയിമുകൾ നടത്തുന്നില്ല, അൺവാണ്ടഡ് ട്രീറ്റ്മെന്റ് ആവശ്യപ്പെടുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ഇംപ്രൂവ് ദയർ ക്വാളിറ്റി സർവീസസ്. അവരുടെ സർവീസസ് അവർ കൂടുതൽ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും വേണം. ആൻഡ് ഫോർ ദിസ് പർപ്പസ്, ഇതിനു വേണ്ടിയിട്ട് ഇവർ നൽകുന്ന സർവീസസിന് ദേ ആർ പ്രൊവൈഡഡ് എ ഫീസ് ഓഫ് 5.5% ഓഫ് ഇൻഷുറൻസ് പ്രീമിയം. ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ 5.5% നമുക്ക് പ്രീമിയമായി ലഭിക്കുന്നു. ക്ലിയർ ആയോ? 3 പോയിന്റ്. ആ 3 പോയിന്റില് ഒന്നാമത്തെ പോയിന്റിലെ IRDA പ്രകാരം TPA മെയിൻറ്റെയിൻ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ പേര് വന്നില്ലേ, അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ലാസ്റ്റത്തെ പോയിന്റ് 5.5% പ്രീമിയം എന്ന് പറഞ്ഞിട്ടില്ലേ, ആ സെന്റൻസും അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഫോർത്ത് സെന്റൻസ്, ഒന്നാമത്തെയും മൂന്നാമത്തെയും സെന്റൻസുകൾ അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്. ഇനി ഈ ഹെൽത്ത് ഇൻഷുറൻസിൽ TPA എന്താണ് ചെയ്യുന്നത്? വാട്ട് ഈസ് ദ റോൾ ഓഫ് TPA ഇൻ ഹെൽത്ത് ഇൻഷുറൻസ്? ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് TPA എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് നോക്കാം. മൊത്തത്തിലുള്ള തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററിന്റെ കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞത്. ഈ ഹെൽത്ത് ഇൻഷുറൻസിനകത്ത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ നമ്മുടെ TPAയുടെ റോൾ എന്തൊക്കെയാണ്, അവരെന്തൊക്കെയാ ചെയ്യുന്നത്?
എന്നാണ്. നമുക്കറിയാം TPA have some direct or indirect relationship between the insurance company and the policy holder. ഇൻഷുറൻസ് കമ്പനിയും പോളിസി ഹോൾഡറുമായിട്ട് നേരിട്ടോ അല്ലാതെയൊക്കെയുള്ള ഒരു ബന്ധം ആർക്കുണ്ട്? TPAക്ക് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ TPA in most of the hospitalization cases, ഹോസ്പിറ്റലിലെ പേഷ്യൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിയുമ്പോൾ അവരുടെ ക്ലെയിമിംഗ് കേസസിലൊക്കെ ആരാണ് ഇടപെടേണ്ടത്? TPA ആണ്. തീർച്ചയായിട്ടും TPAയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ നീഡ്സ്, അവരുടെ ആവശ്യപ്രകാരം അവരുടെ കാര്യങ്ങൾ ക്ലെയിം ഒക്കെ പ്രോസസ് ചെയ്ത് കൊടുക്കുന്നതിൽ അവരെ ഹെൽപ്പ് ചെയ്യണം. For that purpose, അങ്ങനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഈ TPA will provide an identification number. That means with an identification, unique identification number with an ID card. ഒരു ID കാർഡ് അടക്കം ഒരു ID നമ്പർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അതിപ്പോ ഞാനിപ്പോ ഒരു ക്ലെയിമിങ്ങിന് വേണ്ടിയിട്ട് TPA സമീപിക്കുമ്പോൾ TPA എനിക്കൊരു ID കാർഡ് തരും, എനിക്കൊരു യൂണിക് നമ്പർ. യൂണിക് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടത്, ഒരേപോലത്തെ അല്ലാത്തത്, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരാൾക്ക് ആ ഒരു നമ്പർ ഉണ്ടാവുള്ളൂ. ആ നമ്പർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും ഒരു ID കാർഡ് വെച്ചിട്ട്. എന്ന് വെച്ചാൽ അപ് ടു ദ ടൈം ഓഫ് ദാറ്റ് സെറ്റിൽമെന്റ് ഓഫ് മൈ ക്ലെയിം വി ക്യാൻ യൂസ് ദാറ്റ് പർട്ടിക്കുലർ കാർഡ്. ആ കാർഡ് നമുക്ക് നമ്മുടെ ക്ലെയിം സെറ്റിൽ ചെയ്ത് കഴിയുന്നത് വരെ നമുക്ക് അതിന് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് TPA അവരുടെ അടുത്തേക്ക് വരുന്ന കസ്റ്റമേഴ്സിന് അവരൊരു ID കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നു വിത്ത് യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഒരു യൂണിക് ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ നമ്പർ അടങ്ങിയ ഒരു കാർഡാണ് അതിന് വേണ്ടിയിട്ട് പോളിസി ഹോൾഡർക്ക് TPA പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് വി ക്യാൻ യൂസ് ദാറ്റ് പർട്ടിക്കുലർ കാർഡ് അപ് ടു ദ ടൈം ഓഫ് ക്ലെയിം സെറ്റിൽമെന്റ്. നമ്മുടെ ക്ലെയിം സെറ്റിൽ ചെയ്ത് തരുന്നത് വരെ നമുക്കത് ഉപയോഗിക്കാം. അതാണ് ഹെൽത്ത് ഇൻഷുറൻസിൽ TPA ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താ? They have to maintain a record of the patients who are admitted. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന ക്ലെയിം ചോദിച്ചു വരുന്ന പേഷ്യൻസിന്റെ ഒരു റെക്കോർഡ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യണം. എന്ന് വെച്ചാൽ എന്താ, ഇവരുടെ അടുത്ത് സമീപിച്ച സമയവും അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാനേ. ഇപ്പൊ തേർഡ് പാർട്ടിയുടെ അടുത്ത് വരുമല്ലോ, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ അടുത്ത് അവരുടെ ക്ലെയിമിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ആൾക്കാർ വരുമ്പോൾ അവരെന്ത് ചെയ്യണം? അവരെ കുറിച്ചുള്ള ഒരു ഡാറ്റ ഒരു റെക്കോർഡായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. സോ ദാറ്റ് ദേ ക്യാൻ യൂസ് ഇറ്റ് ആഫ്റ്റർവേർഡ്സ്. പിന്നീട് എന്തെങ്കിലും ഇൻഫോർമേഷൻസിന് വേണ്ടി അവർക്ക് അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലാണ്ട് വെറുതെ വരുന്നവർക്കൊക്കെ ക്ലെയിം സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നത്, എനിക്ക് ഞാൻ ചെന്നു എന്റെ ക്ലെയിം ഒക്കെ സെറ്റിൽ ചെയ്യുന്നത് വരെ എന്നോട് കൂടെ നിന്നു, ഓക്കെ എന്റെ ക്ലെയിം സെറ്റിൽ ചെയ്തു, ഞാൻ അവരുമായിട്ടൊരു ബന്ധമില്ലാണ്ട് പോകുന്നു. അത് കഴിഞ്ഞു, അടുത്ത ആൾ വരുന്നു, വേറെ ആൾക്കാരെ എന്റെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുന്നു. ആരൊക്കെ വന്നു, ആരൊക്കെ പോയി, ആർക്കൊക്കെ ക്ലെയിം സെറ്റിൽ ചെയ്ത് കൊടുത്തു, ആരുടെയും ക്ലെയിം ഒക്കെ റിജക്ട് ചെയ്ത് പോയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ദേ മസ്റ്റ് മെയിൻറ്റെയിൻ എ റെക്കോർഡ്. അതിന്റെ ഒരു കൃത്യമായ ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് അവർക്ക് അതിനുള്ള കണക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. Then the next thing they have to do, അത് കഴിഞ്ഞ് അവർ ചെയ്യുന്ന കാര്യം എന്താ? ക്ലെയിം സെറ്റിൽമെന്റ് ആണ്. ക്ലെയിം സെറ്റിൽമെന്റ് ചെയ്യാൻ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ആര്? ഞങ്ങൾക്ക് ക്ലെയിം സെറ്റിൽ ചെയ്ത് തരാമെന്നുള്ള ഗ്യാരണ്ടി തന്നെയാണ് TPA തരുന്നത്. കാരണം അതിനുവേണ്ടി അവർക്ക് ലൈസൻസ് കൊടുത്ത് വെച്ചേക്കാണ്. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. They have to settle our claims. മറ്റൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ക്ലെയിം സെറ്റിൽ ചെയ്ത് തരിക എന്നുള്ളത് അവരുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് they provide back end support to its customers. തീർച്ചയായിട്ടും അവർ അതിന് വേണ്ടി കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് ഒരു ബാക്ക് എൻഡ് സപ്പോർട്ടാണ്. എന്ന് വെച്ചാൽ എന്താ, തുടക്കം മുതൽ അവസാനം വരെ ഒക്കെ ഉണ്ടായിരിക്കും. അല്ലാതെ പാതി വഴിയിൽ ഇതൊക്കെ പറ്റുള്ളൂ ഞങ്ങൾക്ക്, നിങ്ങൾ ഇനി ബാക്കിയുള്ള നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് പാതി വഴിയിൽ പോയി ശരിയില്ലാന്ന് ഫുൾ സപ്പോർട്ട് കൊടുത്ത് അതിന്റെ തുടക്കം മുതൽ ക്ലെയിം നമ്മളുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ചെലവായത് അവിടേക്ക് എത്തുന്നത് വരെ നമ്മളുടെ ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നു, നമുക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ട് അവരൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് എന്ത് വിളിക്കുക, ക്ലെയിം സെറ്റിൽമെന്റ് എന്ന് പറയാം. ഓക്കെ, then full time support will provide ചെയ്യുന്നുണ്ട്. full time support, that means without any lag. എപ്പോഴെങ്കിലും വിളിച്ചാൽ കിട്ടാതിരിക്കുകയോ ചെന്നാൽ കാണാതിരിക്കാൻ പറ്റുകയോ ചെയ്യുന്ന ഒരു കാര്യമല്ല TPA എന്ന് പറയുന്നത്. കാരണം they provide 24/7 support. 24/7 ആഴ്ചയില് 7 ദിവസവും ദിവസത്തിൽ 24 മണിക്കൂറും ഈ ഒരു സേവനം എല്ലാവർക്കും ലഭ്യമാണ്. സോ whenever we reach, നമുക്ക് എപ്പോഴൊക്കെ നമുക്ക് ഇവരെ സമീപിക്കുന്നോ we will get our enquiries, our doubts cleared. നമുക്ക് ഉണ്ടാകുന്ന സംശയങ്ങളോ ചോദ്യങ്ങൾക്കോ ഒക്കെ നമുക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടും. നമുക്ക് വേണ്ട കൃത്യമായ ഫീഡ്ബാക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവരെ സന്ദർശിച്ചാൽ കിട്ടും. കാരണം അവർ കൊടുക്കുന്നത് ഒരു ഫുൾ ടൈം സപ്പോർട്ടാണ് TPA പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനെല്ലാം പുറമെ they provide some additional services such as ambulance service, medical supplies, etc.
അതായത് പോളിസി ഹോൾഡേഴ്സിന് മറ്റ് പലതരത്തിലുള്ള സർവീസസും TPA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ആംബുലൻസ് സർവീസ്. ഇപ്പൊ ഇൻഷുറൻസ് ഒക്കെ എടുത്തു, എല്ലാം കംപ്ലീറ്റ് ചെയ്തു, സെറ്റിൽമെന്റ് ഒക്കെ കഴിഞ്ഞു, പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു ആംബുലൻസ് അറേഞ്ച് ചെയ്യണോ, അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകേണ്ട പേഷ്യന്റ് ആണെങ്കിൽ അങ്ങനെ ഒരു ആംബുലൻസ് സർവീസ് കൂടി അവരുടെ പേരിൽ അവരെന്ത് ചെയ്യുന്നു, അറേഞ്ച് ചെയ്ത് വിടുന്നു. അപ്പൊ അങ്ങനെയുള്ള അഡീഷണൽ സർവീസ്, അതുപോലെ തന്നെ എന്തെങ്കിലും എക്സ്ട്രാ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ മെഡിസിനലായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഇൻസ്ട്രുമെന്റുകളൊക്കെ ഉണ്ടാവില്ല. ചിലപ്പോൾ പോകുമ്പോൾ പേഷ്യന്റിന് വേണ്ടി വീടുകളിലൊക്കെ ചെന്നാലും ഉപയോഗിക്കേണ്ടി വരുന്ന ചില ഉപകരണങ്ങൾ ചെറുതൊക്കെ ആയിട്ടുള്ളത്, അങ്ങനെയുള്ള ചില സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആര്, TPA. അപ്പൊ TPA ഹെൽത്ത് ഇൻഷുറൻസിൽ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഈ ഡൗട്ട്, ഈ 5 പോയിന്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തൊക്കെയാണ് ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് TPA ചെയ്യുന്ന കാര്യങ്ങൾ എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്തെങ്കിലും സംശയം ഉണ്ടോ നോക്കിയേ. ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടി ചെല്ലുമ്പോൾ ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ വെച്ചിട്ടുള്ള ഒരു ID കാർഡ് നമുക്ക് തരുന്നു. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോ? ഒന്ന് പെട്ടെന്ന് വായിക്കാമോ? ഒരു 1 സെക്കൻഡ്. എന്തെങ്കിലും സംശയം ഉണ്ടോ നോക്കാം ഈ പോയിന്റുകളിൽ, അല്ലെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. വായിച്ചു നോക്കിയിട്ട് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ചോദിക്കാം. ക്ലിയർ ആണ് everybody? Yes. Okay, now we are going to see some examples for third party administrators operating in India. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ചില തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ പേരുകളാണ് കേട്ടോ. നമുക്കൊക്കെ എന്തെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും രോഗങ്ങളോ അല്ലെങ്കിൽ ആക്സിഡന്റ് ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇൻഷുറൻസ് ക്ലെയിം ഒക്കെ നടത്താനായിട്ട് വല്ല എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ അപ്രോച്ച് ദിസ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അപ്പൊ ഇന്ത്യയിൽ അങ്ങനെയുള്ള കുറച്ച് ഇതൊക്കെ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് കേട്ടോ, പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടുള്ള ഏജൻസീസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ചില തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ പേരുകളാണ് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. യുണൈറ്റഡ് ഹെൽത്ത് കെയർ പരേഖ് TPA പ്രൈവറ്റ് ലിമിറ്റഡ്, മീഡിയ അസിസ്റ്റ് ഇന്ത്യ TPA പ്രൈവറ്റ് ലിമിറ്റഡ്, MD ഇന്ത്യ ഹെൽത്ത് കെയർ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, Paramount Health Services and Insurance TPA Private Limited, E-Meditech TPA Services Limited, Heritage Health TPA Private Limited, Focus Healthcare Services TPA Private Limited, and Medicare TPA Services Private Limited. ഇതൊക്കെ കുറച്ച് TPAയുടെ പേരുകളാണ് നമുക്ക് അറിഞ്ഞിരിക്കാം. നമ്മൾ ഫസ്റ്റ് പേജിൽ കുറച്ച് ഇൻഷുറൻസ് കമ്പനികളുടെ പേര് പഠിച്ചില്ലേ, ആക്സ അല്ലെ, വൈവ, ഭാരതി, എന്താ പറയാ നമ്മുടെ ബജാജ് അലയൻസ്, ഭാരതി ആക്സ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇൻഷുറൻസ് കമ്പനികളുടെ പേര് പഠിച്ചു. അതിന്റെ ഇടയ്ക്ക് ഇൻഷുറൻസ് പ്ലാനുകളുടെ പേര് പഠിച്ചു, ഇവിടെ തൊട്ട് മുന്നില്. ഓക്കെ, മുന്നത്തെ പേജില്. അതുപോലെ TPA, നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കുറച്ച് TPAയുടെ എക്സാമ്പിൾസ് ആണ് ആ തന്നിരിക്കുന്നത്. എല്ലാം പ്രൈവറ്റ് ലിമിറ്റഡ് ഫേംസ് ആണ്. ഓക്കെ, ഓർഗനൈസേഷൻസ് ആണ്. ക്ലിയർ ആയോ? ക്ലിയർ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? അത് നമുക്ക് ആ പേര് അങ്ങനെ പറഞ്ഞു പഠിക്കാനേ ഉള്ളൂ, വായിക്കാനേ ഉള്ളൂ. വായിച്ചു നോക്കാം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഈ ചാപ്റ്ററിന്റെ നമ്മൾ ഇൻഷുറൻസ് ഉണ്ട്, ഇൻഷുറൻസിന്റെ ക്ലെയിം, അത് ഇത് എന്നൊക്കെ നമ്മൾ കുറെ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെ. ഈ പറയുന്ന ഇൻഷുറൻസിന്റെ അംഗമായ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഏതെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ക്ലെയിം സെറ്റിൽമെന്റ് എങ്ങനെയാണ് നടക്കുക എന്നുള്ളതിന്റെ പ്രോസസ്സിങ് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പല സ്റ്റേജസ് ആയിട്ടാണ് നടക്കുക. ആ സ്റ്റേജസ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു 9 പോയിന്റുകളായിട്ടാണ് ആ സ്റ്റേജസ് നടക്കുക. ഇത് കാണാപ്പാടം പഠിക്കണോ ടീച്ചറെ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഒരു ക്ലെയിമിംഗ് പ്രോസസ്സിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളാണ്. അപ്പൊ ഒരു ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആൾക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ ആ ക്ലെയിമിംഗ് പ്രോസസ്സ് എങ്ങനെയാണ് അത് നടക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു ചിത്രമാണ് നമുക്ക് ഈ ഒരു പോയിന്റുകൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. നമ്മൾ ചെയ്തത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ആ സെന്റൻസുകൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഓൺ ദ occurring of any unfortunate or some happenings of any event, എന്തെങ്കിലും തരത്തിലുള്ള
തരത്തിലുള്ള മിസ്ഫോർച്യൂൺസ് അല്ലെങ്കിൽ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ചില ഇവന്റുകൾ സംഭവിക്കുമ്പോൾ വി ഷുഡ് ഡെഫിനറ്റ്ലി ഇൻഫോം ദിസ് ടു ദ ഇൻഷുറൻസ് കമ്പനി. നമുക്ക് ഇത് എന്ത് ചെയ്യണം, ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കണം. ഇൻഷുറൻസ് പോളിസി എന്തെങ്കിലും അറിയിച്ചാൽ മതിട്ടോ. ഇൻഷുറൻസ് എടുക്കാണ്ട് എന്തെങ്കിലും അപകടമോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നു ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് വേഗം തന്നെ ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനിയുടെ ബ്രാഞ്ച് ഓഫീസിലേക്ക് അവരുടെ ഫോൺ നമ്പറൊക്കെ തപ്പിയെടുത്ത് നോക്കി വിളിച്ചിട്ടൊന്നും കാര്യമില്ല. നമുക്ക് ഏതെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസുകളോ മറ്റ് ഇൻഷുറൻസുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ക്ലെയിം എങ്ങനെ നമ്മുടെ കയ്യിലേക്ക് എത്തണേന്ന് അതിന്റെ പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ പറയുന്ന സ്റ്റെപ്സ്. അപ്പൊ അത് കാരണം നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഇൻഫോം ദ ഇൻഷുറൻസ് കമ്പനിയെ നമ്മളത് ഇൻഫോം ചെയ്യുന്നു. എങ്ങനെയാണ് അത് ഇൻഫോം ചെയ്യാം, നമുക്ക് ഏതെങ്കിലും രീതിയിലൊക്കെ ഇൻഫോം ചെയ്യാം. ആ ഇൻഫോം ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പ്രോസസ്, ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേസിംഗ് എ ക്ലെയിം. ക്ലെയിം റേസ് ചെയ്യാന്നാണ് അതിന്റെ അർത്ഥം. ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കാശ് വാങ്ങിക്കാന്നൊന്നും ഇനി പറയരുത്, മോശമാണത്. കാരണം ഇൻഷുറൻസ് എന്ന് പറയുന്ന ഈ ഒരു വലിയ ചാപ്റ്റർ നമ്മൾ പഠിച്ചു. ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ബെനിഫിറ്റ് നമ്മൾ വാങ്ങിച്ചെടുക്കാനുള്ള നമ്മുടെ റിക്വസ്റ്റ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ചോദിക്കുക, നമ്മൾ അത് ആവശ്യപ്പെടുകയാണ്. ആ ആവശ്യപ്പെടലിനെ വിളിക്കുന്ന പേര് റേസിംഗ് എ ക്ലെയിം എന്നാണ്. സോ നമ്മൾ ചോദിക്കണം, നിങ്ങൾ ക്ലെയിം റേസ് ചെയ്തോ, അങ്ങനെ ചോദിക്കണം അല്ലെ. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് ഇൻഷുറൻസ് ഉണ്ടോ, ഉണ്ടല്ലോ, നിങ്ങൾ അതിന് വേണ്ടിയുള്ള ക്ലെയിം റേസ് ചെയ്തോ എന്നാണ് നമ്മൾ അവരോട് ചോദിക്കട്ടെ. അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ അങ്ങനെയാ പറയട്ടെ, ഞാൻ ക്ലെയിം റേസ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ എന്താ, വി ഹാവ് ഇൻഫോംഡ് ദ ഇൻഷുറൻസ് കമ്പനി അബൌട്ട് അവർ മിസ്ഫോർച്യൂൺ. നമുക്കുണ്ടായ ആ ഒരു അൺഫോർച്ചുനേറ്റ് ഇവന്റ് നമ്മൾ ഇൻഷുറൻസ് കമ്പനിയെ അറിയിച്ചു എന്നാണ് നമ്മൾ പറയുക. അതിനെ റേസിംഗ് എ ക്ലെയിം എന്നാണ് വിളിക്കുക. എന്തിനാ ഇങ്ങനെ ക്ലെയിം റേസ് ചെയ്യുന്നേ? വേഗം വന്നിട്ട് ഞങ്ങൾക്ക് ഓറഞ്ച് ആപ്പിളൊക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണോ? തീർച്ചയായിട്ടും അല്ല. നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടാന്ന് വെച്ചാൽ അതിന്റെ ക്ലെയിം അതിനകത്ത് നമുക്ക് പറഞ്ഞേക്കുന്ന ബെനിഫിറ്റുകളൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയില്ല. ചിലപ്പോൾ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ആയിരിക്കാം, മറ്റേതെങ്കിലും എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നതായിരിക്കാം, ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് ഓരോ പോളിസിക്കും അതിൻ്റെതായ ഡിഫറൻഷിയേഷൻ ഉണ്ട്, അതനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പൊ അത് തന്നെ നമ്മൾ ചെയ്യാം. ഇനി അതെങ്ങനെയാ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് യു ഹാവ് ടു ഫയൽ എ ക്ലെയിം ബൈ ഫില്ലിംഗ് എ ഫോം. ഫോം ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്ലെയിം ഫയൽ ചെയ്യുന്നത്. ഐദർ ഓൺ ദ വെബ്സൈറ്റ് ഓഫ് ദ ഇൻഷുറൻസ് കമ്പനി ഓർ അറ്റ് ദ ബ്രാഞ്ച് ഓഫീസ്. നമ്മൾ എങ്ങനെയാണ് ഫോം ഫില്ല് ചെയ്യുന്നത്? ഒന്നില്ലെങ്കിൽ നമുക്ക് ബ്രാഞ്ച് ഓഫീസിലേക്ക് നേരിട്ട് പോയി പേഴ്സണലി പോയി അവിടുന്ന് ക്ലെയിമിന്റെ ഒരു ഫോം 5 ഫില്ല് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ വി ക്യാൻ എൻറ്റർ ത്രൂ ദ വെബ്സൈറ്റ്. കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അതിനകത്ത് കിടക്കുന്നുണ്ടാവും ക്ലെയിമിങ്ങിന്റെ എന്താ ഫോം, അത് നോക്കി എടുത്ത് അതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇതിൽ ഏതെങ്കിലും വഴിക്ക് നമുക്ക് ഫോം ഫില്ല് ചെയ്ത് നമ്മുടെ ക്ലെയിം ഫയൽ ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യത്തെ സ്റ്റേജ് ക്ലെയിം റേസ് ചെയ്യലാണ്. ആ ക്ലെയിം റേസ് ചെയ്യുന്ന രീതിയാണ് രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? രണ്ടാമത്തെ പോയിന്റ്, ഫയലിംഗ് a claim involves filling up a claiming forms on the insurance website or at the branch office. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ബ്രാഞ്ച് ഓഫീസിൽ പോയിട്ട് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കയറിയിട്ട് ക്ലെയിമിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുത്ത് നമ്മൾ ക്ലെയിമിന് വേണ്ടി ഫയൽ ചെയ്യുന്നു. ഓക്കെ, ഈ ക്ലെയിമിന് വേണ്ടി ഫയൽ ചെയ്യുമ്പോൾ ആ സമയത്ത് തന്നെ അതിനോടൊപ്പം അറ്റാച്ച് ദ ഡോക്യുമെന്റ്സ് വിച്ച് ഒതന്റിക്കേറ്റ് ദ ക്ലെയിം. നമ്മുടെ ക്ലെയിമിന്റെ ആ ഒരു വാലിഡിറ്റി അല്ലെങ്കിൽ അതിന്റെ കൃത്യത അക്യുറസി ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനോട് അറ്റാച്ച് ചെയ്യുന്ന ചില ഡോക്യുമെന്റുകളൊക്കെ ഉണ്ടായിരിക്കും. ആ ഡോക്യുമെന്റ് ഓൾസോ ഷുഡ് ബി സബ്മിറ്റഡ്. ചില പ്രൂഫുകളായിരിക്കാം, ചില എവിഡൻസുകളായിരിക്കാം, ചില എന്താ പറയാ മറ്റ് അറ്റാച്ച് ചെയ്യേണ്ട മറ്റു ഡോക്യുമെന്റ് അതെന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ക്ലെയിമിനോടൊപ്പം എന്ത് ചെയ്യണം, നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ വച്ചിരിക്കുന്ന ഫയൽ ചെയ്ത ക്ലെയിമും അതുപോലെ തന്നെ ഫില്ല് ചെയ്തൊക്കെ ഫോമൊക്കെ ഫില്ല് ചെയ്തതും അതുപോലെ അറ്റാച്ച് ചെയ്ത ഡോക്യുമെന്റും വെദർ ഇഫ് ഇറ്റ് ഈസ് ഇൻ ഓർഡർ, അത് ഓർഡറിലാണ്, അതെല്ലാം അക്യുറേറ്റ് ആണ്, കറക്റ്റ് ആണ് എങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ഇൻഷുറൻസ് പ്രൊവൈഡർ അതൊക്കെ വെരിഫൈ ചെയ്ത് അതിന്റെ വാലിഡിറ്റി ഒക്കെ പരിശോധിക്കും. അവർക്ക് അത് കിട്ടിക്കഴിയുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, അതിന്റെ വാലിഡിറ്റി ആൻഡ് എവറിത്തിങ് വിൽ ബി അസസ്ഡ് ഓർ അസർട്ടൈൻഡ് റിവ്യൂഡ് ബൈ ദ ഇൻഷുറൻസ് പ്രൊവൈഡർ. ഇൻഷുറൻസ് പ്രൊവൈഡർ അതൊക്കെ നോക്കി അതിന്റെ വാലിഡിറ്റി ഒക്കെ പരിശോധിക്കും. ആൻഡ് ഇഫ് ഓൾ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആർ ഫുൾഫിൽഡ് അക്കോർഡിംഗ് ടു അവർ പോളിസി, നമ്മുടെ പോളിസിയുടെ അഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള വ്യവസ്ഥകളും മറ്റു കാര്യങ്ങളൊക്കെ എന്താണ് കൃത്യമാണെങ്കിൽ ഫുൾഫിൽ ചെയ്തിരിക്കുന്നുവെങ്കിൽ ഇൻഷുറർ വിൽ അപ്രൂവ് ദ ക്ലെയിം. ഇൻഷുറർ എന്ത് ചെയ്യും, അപ്പൊ തന്നെ ക്ലെയിം അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സിഗ്നൽ കാണിക്കും. എന്ന് വെച്ചാൽ ക്ലെയിം അപ്രൂവ്ഡ് ആണ് എന്ന് പറയും. മനസ്സിലായോ? അതാണ്. അപ്പൊ ഫയലിനകത്ത് ഫയൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ആര് വായിച്ചു നോക്കും, അസസ് ചെയ്യും, വാല്യൂ ചെയ്യും, ഇൻഷുറൻസ് കമ്പനി വാല്യൂ ചെയ്യും. അതിനുശേഷം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഫുൾ ആണ്, ഫിൽ ആണെങ്കിൽ അല്ലെങ്കിൽ അതെല്ലാം കറക്റ്റ് ആണെങ്കിൽ അവര് എന്ത് ചെയ്യും, ക്ലെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള അപ്രൂവൽ പ്രൊവൈഡ് ചെയ്യുന്നു.
when once approved, ഈ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി ഹാവ് ടു പേ ദ ബെനിഫിറ്റ്സ് വിച്ച് ആർ സ്റ്റേറ്റഡ് ഇൻ ദ അഗ്രിമെന്റ് ഓഫ് ദ പോളിസി. പോളിസിയുടെ അഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് പ്രകാരമുള്ള എല്ലാ ബെനിഫിറ്റും ആ ബെനിഫിഷ്യറിക്ക് അല്ലെങ്കിൽ അത് കിട്ടേണ്ട ആളാരാണോ ആൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഉത്തരവാദിത്തമുള്ള ആളാണ് ആര്? ഇൻഷുറൻസ് കമ്പനി. അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ബെനിഫിറ്റും ആൾക്ക് പ്രൊവൈഡ് ചെയ്യണം. മനസ്സിലായോ? ഇൻ കേസ് ഓഫ് ലൈഫ് ഇൻഷുറൻസ്, അത് ലൈഫ് ഇൻഷുറൻസ് ക്ലെയിം ആണെങ്കിൽ ദ ബെനിഫിഷ്യറി വിൽ ഗെറ്റ് ദ എമൗണ്ട്. അതിന്റെ എമൗണ്ട് ഇങ്ങനെ കാശായിട്ടായിരിക്കും കിട്ടുക. മറ്റവിടുത്തെ എന്താ കിട്ടുള്ളൂ? ഹെൽത്ത് ഇൻഷുറൻസിലാണെങ്കിൽ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിന് വേണ്ടി ചെലവാക്കിയ തുക അത് ഹോസ്പിറ്റലിലേക്ക് മീറ്റ് ചെയ്യുള്ളൂ. മനസ്സിലായോ? അതേസമയം LIC ആണെങ്കിൽ അത് നമുക്ക് കയ്യിൽ കിട്ടും. അങ്ങനെ ആ കയ്യിലേക്ക് അങ്ങനെ പൈസ payout means the sum of money which is given to the policy holder when a claim is accepted. ഒരു ക്ലെയിം സ്വീകരിച്ചു കഴിയുമ്പോൾ അതിന്റെ എമൗണ്ട് പോളിസി ഹോൾഡർക്ക് കൊടുക്കുന്നതിനെ ആണ് നമ്മൾ എന്ത് വിളിക്കുക? പേ ഔട്ട് എന്ന് വിളിക്കുക, അല്ലെ? ഹെൽത്ത് ഇൻഷുറൻസിൽ പേ ഔട്ട് ഇല്ല. അതെന്താ കാരണം? അവിടെ കാശായിട്ടല്ലല്ലോ കൊടുക്കുന്നേ. ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതിന്റെ ചെലവുകള് മറ്റ് അനുബന്ധ ചെലവുകളൊക്കെ ആര്? ഇൻഷുറൻസ് കമ്പനി ഏറ്റെടുക്കുക ചെയ്യുക. അതേസമയം ലൈഫ് ഇൻഷുറൻസിൽ അങ്ങനെയാണോ? ആണോ? ലൈഫ് ഇൻഷുറൻസ് എടുക്കാത്തവരൊന്നും ഉണ്ടാവില്ലല്ലോ. എല്ലാവരുടെ വീട്ടിൽ ആർക്കെങ്കിലും അറ്റ്ലീസ്റ്റ് കൊച്ചുങ്ങൾക്കെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്തിരിക്കും, അല്ലെ? ഓരോരുത്തർക്കെങ്കിലൊക്കെ LIC ഒക്കെ പോളിസീസ് ഒക്കെ ഉണ്ടായിരിക്കും, അല്ലെ? അപ്പൊ അതിനകത്ത് അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എങ്ങനെയാണ്? എപ്പോഴും നമുക്ക് അതിന്റെ എമൗണ്ട് കിട്ടുക either on the date of maturity or on the completion of our life. That means at the time of the happening of our death. ഒന്നില്ലെങ്കിൽ നമ്മുടെ മരണസമയത്ത് അല്ലെങ്കിൽ അതിന്റെ ആ പറഞ്ഞിരിക്കുന്ന കാലാവധി കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് whichever comes earlier. ഏതാണ് ആദ്യം സംഭവിക്കുന്നത് അപ്പോഴാണ് കിട്ടുക, അല്ലെ? അങ്ങനെയല്ലേ LIC പോളിസി, അല്ലെ? അങ്ങനെയാണോ? LICയുടെ പൈസ കിട്ടുന്നത് അങ്ങനെയല്ലേ? ഒന്നുകിൽ നമ്മുടെ എടുത്തിരിക്കുന്ന ആ പോളിസിയുടെ മെച്യൂരിറ്റി ഡേറ്റ് ആകണം. മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അല്ലെ? ഡ്യൂ ഡേറ്റ്, അതായത് ഇത്ര വർഷത്തേക്ക് 10 വർഷത്തേക്കാണെങ്കിൽ 10 വർഷം കഴിയും. അപ്പൊ അതിനകത്ത് കറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും ഡേറ്റ്. അല്ലെങ്കിൽ 15 വർഷമാണെങ്കിൽ 15 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. അല്ല അതിനിടയിൽ നമ്മളുടെ മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ ആ സമയത്ത് കിട്ടും. അപ്പൊ ആ സമയത്ത് നമുക്ക് കയ്യിലേക്ക് നേരിട്ട് കിട്ടില്ല. നമ്മുടെ ലീഗൽ ഹെയർസ് ആരാണോ അതിന്റെ തുടർച്ചയായിട്ട് അവകാശി ആരാണോ ആളുടെ നോമിനിയൊക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ അവര്, അപ്പൊ ആളിലേക്ക് ആയിരിക്കും അല്ലെങ്കിൽ ആളുടെ അക്കൗണ്ടിലേക്ക് ആയിരിക്കും അത് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ക്യാഷ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് LICയിലും അവരെ അങ്ങനെ ക്യാഷ് ആയിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മള് പേ ഔട്ട് എന്ന് വിളിക്കുക. And the insurer must provide, or the insurer should be ready to provide the lump sum amount. ആ സമയത്ത് ആ പേ ഔട്ട് നടത്തേണ്ടത് ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്തോളണം? ഒന്നില്ലെങ്കിൽ ആ കാശ് മുഴുവനായിട്ട് ഒറ്റ തുകയായിട്ട് പ്രൊവൈഡ് ചെയ്യാം, അതർവൈസ് ഇൻ റെഗുലർ പേയ്മെന്റ്സ് 2-3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് റെഗുലർ പേയ്മെന്റ് ആയിട്ട് എന്ത് ചെയ്യണം? കൊടുക്കണം. അതൊക്കെ ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ ടേംസ് ഓഫ് ദ പോളിസി. പോളിസിയുടെ ടേംസ് പ്രകാരമായിരിക്കണമെന്ന് മാത്രം. പോളിസിയിലൊക്കെ പറഞ്ഞല്ലോ ഒറ്റ തുകയായിട്ട് എന്താ പറയാ ക്ലെയിം വെച്ച് ചെയ്യുമ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം? ക്ലെയിം വെച്ച് ചെയ്തതിനു ശേഷം അവരുടെ ബെനിഫിറ്റ് എത്രയാണോ അത് ഫുൾ എമൗണ്ട് ഒറ്റയടിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അത് റെഗുലർ പേയ്മെന്റ് ആയിട്ടാണ് കൊടുക്കാമെന്ന് പോളിസിയുടെ അഗ്രിമെന്റിലുള്ളെങ്കിൽ അതനുസരിച്ച് കൊടുക്കുക. ക്ലിയർ ആയോ പോയിന്റ്? മനസ്സിലായോ? 7ാമത്തെ പോയിന്റ് മനസ്സിലായോ? The time which it takes for the insurers to claim settlement may differ from one to another. അതായത് നമ്മളിങ്ങനെ ക്ലെയിം ഒക്കെ സെറ്റിൽ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ഈ ക്ലെയിം സെറ്റിൽ ചെയ്യുന്ന കാര്യത്തില്, ക്ലെയിം സെറ്റിൽമെന്റിന്റെ കാര്യത്തില് അത് എന്താ പറയാ ഒരേ സമയമായിരിക്കില്ല എല്ലാം സെറ്റിൽ ചെയ്ത് തീർക്കുക. ചിലപ്പോ ചില ക്ലെയിമുകൾ ചെയ്യുമ്പോൾ ചിലപ്പോ 1-2 ദിവസത്തിനുള്ളിലൊക്കെ എന്ത് ചെയ്യും? അതിന്റെ ക്ലെയിം സെറ്റിൽ ചെയ്ത് തീരും. അല്ലെങ്കിൽ മറ്റേ ടൈം ആ സമയത്ത് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ അപ്പൊ തന്നെ ക്ലെയിം സെറ്റിൽ ചെയ്യണം, എന്നാലേ പേഷ്യന്റിനെ നോക്കാനായിട്ട് പറ്റുള്ളൂ ഡോക്ടർക്ക്, അതായത് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിനെ. അപ്പൊ അവരെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ അവിടുന്ന് അതിനുള്ള കൺഫർമേഷൻ കിട്ടണം. അപ്പൊ അങ്ങനെ അതായത് ഈ ക്ലെയിം സെറ്റിൽ ചെയ്യുന്ന കാര്യത്തിലും ചിലപ്പോൾ വേരിയേഷൻസ് ഉണ്ടായിട്ട് ടൈം ഡ്യൂറേഷൻസിൽ ചിലതില് ക്ലെയിം സെറ്റിൽ ചെയ്യാൻ ചിലപ്പോൾ ദിവസങ്ങളോളം പിടിക്കും. അതെന്താ കാരണം? ബിക്കോസ് ഇഫ് ദ ഡോക്യുമെന്റ്സ് ആർ നോട്ട് ഇൻ ഓർഡർ. കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റുകൾ നമ്മൾ സമർപ്പിച്ചിരിക്കുന്നതൊക്കെ കൃത്യമായ ഓർഡറിലല്ല, അതല്ലെങ്കിൽ തെറ്റായ ഇൻഫോർമേഷൻസ് നമ്മൾ കൊടുത്തിരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കമ്പനിക്ക് ഡൗട്ട് വരും. അപ്പൊ ഡൗട്ട് വരുന്ന സമയത്ത് അവിടെ ഡിലേ വരും. എന്തിന്? ക്ലെയിമുകൾ സെറ്റിൽ ചെയ്യാനൊക്കെ ഡിലേ വരും. അങ്ങനെ ഡിലേ വരാതിരിക്കാനാണ് മിക്കവാറും ഇൻഷുറൻസ് കമ്പനികൾ ശ്രദ്ധിക്കുക. ബിക്കോസ് ദേ ഹാവ് ടു മേക്ക് ദ ഇൻഷുറർ ഹാസ് ടു മേക്ക് സം ട്രസ്റ്റ് വർത്തിനെസ്. കസ്റ്റമർ സർവീസസിൽ, അതായത് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സേവനങ്ങളിൽ വളരെയധികം വിശ്വാസ്യത നിലനിർത്താനാണ് ഇൻഷുറർ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് അവർ എത്രയും പെട്ടെന്ന് ഇതൊക്കെ ക്ലെയിം ഒക്കെ സെറ്റിൽ ചെയ്യാൻ നോക്കും. പക്ഷെ ചില സമയത്ത് അതൊക്കെ ഫ്ലോപ്പ് ആയി പോകും. കാരണം എന്താ? ഡോക്യുമെന്റുകളൊന്നും ക്ലിയർ അല്ല, ഓർഡറിലല്ല. അതുകൊണ്ടാണ്
അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, എന്താ പറയാ, നമ്മളൊരു പോളിസി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വലിയ പർച്ചേസിംഗ് പോളിസി നമ്മൾ ഇതെല്ലാം അതിന്റെ ബെനിഫിറ്റുകൾ ലിമിറ്റേഷൻസ് ഒക്കെ നോക്കി മനസ്സിലാക്കി വേണം നമ്മളൊരു പോളിസി പർച്ചേസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിലാണ് എന്ത് ചെയ്യാം, തെറ്റായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, തെറ്റായ കാര്യങ്ങൾ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡോക്യുമെന്റ് കൃത്യമായിട്ട് അവിടെ കൊടുത്തില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ പല ഡിസ്റ്റർബൻസും ക്ലെയിം സെറ്റിൽ ചെയ്യുന്ന സമയത്ത് പിന്നെ പൊങ്ങി വരിക. അങ്ങനെ വരുമ്പോൾ ക്ലെയിം സെറ്റിൽ ചെയ്യാനായിട്ട് കുറെ ഡിലേ വരും, ചിലപ്പോൾ റിജക്ട് ചെയ്യപ്പെടും, അങ്ങനെ പല 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 കാര്യങ്ങളും നേരിടേണ്ടി വരും. പേഷ്യന്റ് ഒക്കെ ആണെങ്കിലും ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് അവിടെ ട്രീറ്റ്മെന്റ് കിട്ടാതെ വൈകി കഴിഞ്ഞാൽ അതും വളരെ പ്രശ്നത്തിലേക്ക് പോകും. അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിരിക്കണം. ആൻഡ് ലാസ്റ്റ് പോയിന്റ് പറയുന്നു, വി ഹാവ് നോട്ട് ടു നെവർ ഡിസ്ക്ലോസ് എനി ഡീറ്റെയിൽസ്. അതായത് നമ്മുടെ എല്ലാ തരത്തിലുള്ള എന്താ പറയാ നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ ഹെൽത്തിനെ സംബന്ധിക്കുന്നത്, നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ സംബന്ധിക്കുന്നത് എല്ലാ ഡീറ്റെയിൽസും മസ്റ്റ് ബി ക്ലിയർ ആൻഡ് അക്യുറേറ്റ്. നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് അതൊക്കെ വളരെ വ്യക്തമായിട്ടുള്ളതായിരിക്കണം, അക്യുറേറ്റ് ആയിട്ടുള്ളതായിരിക്കണം, തെറ്റായതൊന്നും കൊടുക്കാൻ പാടില്ല. ഇപ്പൊ നമ്മളോട് പോളിസി എടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇൻഷുറർ ചോദിക്കാം, നിങ്ങൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടോ, എന്തെങ്കിലും രോഗം നിലവിലുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ചിലപ്പോ അവരുടെ ആ ഇൻഷുറൻസിന്റെ ടേംസ് അനുസരിച്ച് ചിലപ്പോൾ ചില രോഗങ്ങൾക്ക് അത് നേരത്തെ ഉള്ളതാണെങ്കിൽ അതിന് എന്താ പറയാ കവറേജ് കിട്ടില്ല എന്നൊക്കെ ഉണ്ടാവുകയാണേ. അതുകൊണ്ടാണ് അവരത് എടുത്ത് ചോദിക്കുന്നത്. ഒരു അങ്ങനെയുള്ള ചില പരിമിതികളൊന്നും ഇല്ലാത്തതാണെങ്കിൽ അവർ അങ്ങനെയൊന്നും ചോദിക്കില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ചു വെച്ചപ്പോ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പൊ ഇൻഷുറൻസ് അങ്ങനെ കിട്ടിയില്ലല്ലോ എന്ന് വെച്ചാൽ നമ്മളത് മറിച്ച് ഒന്നും മരുന്ന് കഴിക്കുന്നില്ല, പ്രശ്നമൊന്നുമില്ല, രോഗമൊന്നുമില്ല എന്നൊക്കെ പറയുന്നു, ഇൻഷുറൻസ് എടുക്കുന്നു, ഹെൽത്ത് ഇൻഷുറൻസ് ഏതെങ്കിലും പദ്ധതിയിൽ ഭാഗമാകുന്നു. അവസാനം 1-2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രോഗം വന്നു. അത്തരം രോഗങ്ങൾ ചിലപ്പോ 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ കൂടിയൊന്നോ 1 മാസം കൊണ്ടോ ചിലപ്പോ ഡെവലപ്ഡ് ആയി ഇത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ വരാൻ പറ്റാത്ത ചില അസുഖങ്ങളുണ്ട്. അത് കൺഫേം ചെയ്യുന്നത് ഡോക്ടേഴ്സ് ആണ്. അപ്പൊ അവർ പറയുന്നത് നേരത്തെ ഉള്ളതാണ് ഇയാൾക്ക് ഈ രോഗം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കൺസീൽ ചെയ്ത് ബൈ മിസ്റ്റേക്ക് അവരെ തെറ്റിദ്ധരിപ്പിച്ചൊക്കെ നമ്മള് ഇൻഷുറൻസിലൊക്കെ ഭാഗമായി കഴിഞ്ഞാൽ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ദ ഇൻഷുറർ ക്യാൻ റിജക്ട് ദ ക്ലെയിം. ഏത് സമയത്ത് വേണമെങ്കിലും ഇൻഷുറർക്ക് ആ ക്ലെയിമുകളെ റിജക്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കും. അതാണ് പ്രത്യേകത. അവരെ പിന്നീട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചൊന്നും പറയേണ്ടത്. ആവശ്യത്തിന് നമ്മളോട് ചോദിക്കുന്ന ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അങ്ങോട്ട് ഡിസ്ക്ലോസ് ചെയ്യുക. അതോടൊപ്പം തന്നെ കൃത്യമായ കാര്യങ്ങൾ പറയുക. നമ്മുടെ ഹെൽത്തിനെ സംബന്ധിക്കുന്നത്, നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ സംബന്ധിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞേക്കുക. ചിലപ്പോൾ ചിലത് ചോദിക്കും ഇങ്ങനെ പാരമ്പര്യമായിട്ട് നിങ്ങളുടെ ഇപ്പൊ എന്താ പറയാ ഷുഗർ, ഡയബറ്റീസ് എന്ന് പറയുന്ന രോഗത്തിന് ഇൻഷുറൻസ് ഉണ്ടോ? ഉണ്ട്, അതൊക്കെ തരും. പക്ഷേ നിങ്ങളുടെ പാരന്റ്സിന് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് നേരത്തെ വേണമെങ്കിൽ ചോദിച്ചു നോക്കുക. കാരണം ചിലതൊക്കെ ഒരു ഇൻഫെക്റ്റഡ് പോലെയുള്ള ചില രോഗങ്ങളുണ്ടല്ലോ, ഡിസീസസ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മളുടെ എന്താ അച്ഛനമ്മമാർക്കുണ്ടെങ്കിൽ അത് തന്നെ ചിലപ്പോൾ മക്കൾക്ക് വരുന്നൊക്കെ പറയുന്ന ചില രോഗങ്ങൾ. അപ്പൊ നമുക്ക് പറയാൻ സാധ്യതകൾ ഒരുപാടുണ്ട്. പ്രോബബിലിറ്റിയാണ്, ഭയങ്കര സാധ്യതയുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് കിട്ടില്ല കേട്ടോ. കാരണം അത് നിങ്ങൾക്ക് അങ്ങനെ അവിടുന്ന് കിട്ടാൻ സാധ്യതയുള്ള ഒരു രോഗമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും അത് വരും. അപ്പൊ അതിന് കവറേജ് കിട്ടുന്നതല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് മറച്ചു വെച്ചിട്ട് പോളിസി എടുക്കാനായിട്ട് പാടുള്ളതല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാമാണ് നമ്മളുടെ ക്ലെയിമിംഗ് പ്രോസസ്സിനകത്ത് വരുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പുകളും എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? 9 പോയിന്റുകളാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കിടക്കുന്നത്. ക്ലിയർ ആണോ? അതില് 1ാമത്തെ പോയിന്റ് അണ്ടർലൈൻ ചെയ്യുക. റേസിംഗ് എ ക്ലെയിം എന്താണെന്നുള്ളത് അണ്ടർലൈൻ ചെയ്യുക. എന്താണ് റേസിംഗ് എ ക്ലെയിം? ഒരു അൺഫോർച്ചുനേറ്റ് ഇവന്റ് ഉണ്ടാകുമ്പോൾ the incident should be noticed or informed to our insurance provider. This process is known as raising a claim. Underline ചെയ്തോ? Yes. Then pay out എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. പേ ഔട്ട്. പേ ഔട്ട് മീൻസ് സം ഓഫ് മണി ഗിവൻ ടു ദ പോളിസി ഹോൾഡർ when a claim is accepted. ഒരു ക്ലെയിം സ്വീകരിച്ചു കഴിയുമ്പോൾ പോളിസി ഹോൾഡർക്ക് കൊടുക്കുന്ന ആ പണം, ആ തുക, അതിനെയാണ് നമ്മൾ പേ ഔട്ട് എന്ന് വിളിക്കുക. സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. Then അടുത്ത സെന്റൻസ് അണ്ടർലൈൻ ചെയ്യേണ്ടത് ലാസ്റ്റ് സെന്റൻസ്. നെവർതലെസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സെന്റൻസ് എടുക്കുന്നില്ലേ? The insurer can reject claims on your policy if you conceal or mistake any fact. വാസ്തവം മറച്ചു വെക്കുക, തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷുറർക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലെയിം റിജക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. അണ്ടർലൈൻ ചെയ്യുന്നത്. ശരിയായോ? മനസ്സിലായോ? ഓക്കെ.
ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പൊ നമ്മൾ എന്താണ് ഒരു ക്ലെയിം സെറ്റിൽ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് കണ്ടു. ഇത് നമുക്കൊരു ഇല്ലസ്ട്രേഷൻ പോലെ തന്നിരിക്കുകയാണ്, ഒരു എക്സാമ്പിൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഹൗ ദ ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസ് മേക്ക് ദെയർ ക്ലെയിമിംഗ് പ്രോസസ്. ഈ ബജാജ് അലയൻസ് എന്ന് പറയുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഒരു പ്ലാൻ ആണ്, അല്ലെങ്കിൽ ഒരു കമ്പനിയാണ്. അത്തരം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ബജാജ് അലയൻസിന്റെ ക്ലെയിമിംഗ് പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്കൊരു ഫ്ലോ ചാർട്ട് രൂപത്തിൽ അവിടെ തന്നിരിക്കുകയാണ്. ഫ്ലോ ചാർട്ടുകളൊക്കെ കുറച്ചുകൂടി കണ്ണുകൾക്ക് അപ്പീലിംഗ് ആണ് അല്ലെ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്ലോ ചാർട്ട് ആയിട്ടൊക്കെ കൊടുത്തിരിക്കുന്നത്. സോ ഒറ്റ ഒരുപാട് ഇങ്ങനെ വലിച്ചു നീട്ടി കുറെ പാരഗ്രാഫ് പോലെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്കൊരു ഫ്ലോ ചാർട്ട് ആണെങ്കിൽ നമുക്കത് കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഒരു ഫ്ലോ ചാർട്ട് ആയിട്ട് അതിന്റെ ഒരു ഇല്ലസ്ട്രേഷൻ കാണിച്ചിരിക്കുന്നത്. മഞ്ഞ ഒരു ആളെ കാണുന്നുണ്ട് നമ്മള്, ദാറ്റ് ഈസ് ദ കസ്റ്റമർ ഹു റീച്ചസ് ദ ഹോസ്പിറ്റൽ ഫോർ ദെയർ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ്. ഹോസ്പിറ്റലിന്റെ നെറ്റ്വർക്കിലേക്ക് ഒരാൾ വരുന്നു, ആൾക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് വേണം എന്ന ആവശ്യവുമായിട്ടാണ് വന്നേക്കുന്നത്. ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് വേണമെന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതിന്റെ ആൾക്ക് പോളിസി ഉണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ഉണ്ട്. ആരുടെ? ബജാജ് ഹെൽത്ത് ഇൻഷുറൻസ്, ബജാജ് അലയൻസിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ഉണ്ട്. അപ്പൊ അതിനകത്ത് അംഗമായ ഒരാളാണ് ഹോസ്പിറ്റലിന്റെ നെറ്റ്വർക്കിലേക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് വേണം എന്നുള്ള ആവശ്യത്തിന് വേണ്ടി വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോ ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? വെരിഫൈസ്, അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ, കസ്റ്റമറുടെ ഡീറ്റെയിൽസ് ഒക്കെ വെരിഫൈ ചെയ്യുന്നു. ആൻഡ് ഓൾസോ ദേ സെൻഡ് ദിസ് ബൈ ഫാക്സ് ടു ദ റെസ്പെക്റ്റീവ് അതോറിറ്റി. അതിന് വേണ്ടപ്പെട്ട അധികാരി, ഇവിടെ ആരാണ്? ബജാജ് അലയൻസിലേക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒരു വായിച്ചു നോക്കി വെരിഫൈ ചെയ്ത് നോക്കിയതിനു ശേഷം ബജാജ് അലയൻസിലേക്ക് അത് ഫോർവേഡ് ചെയ്യുന്നു ഫാക്സ് രൂപത്തിൽ. മനസ്സിലായോ? ആ ഡീറ്റെയിൽസ് നേരെ ആർക്ക് കൊടുക്കുന്നു? ബജാജ് അലയൻസിന്റെ സൈറ്റിലേക്ക് അത് ഫാക്സ് ആയിട്ട് കൊടുക്കുന്നു. കൊണ്ടുപോയി കൊടുക്കാനൊന്നും നേരില്ല. അവിടെ ഒരു ഹോസ്പിറ്റലില് പേഷ്യന്റിനെ കൊണ്ടുവന്നിരിക്കുകയാണ്, പെട്ടെന്ന് അതിന്റെ റിപ്ലൈ കിട്ടിയിട്ട് വേണം ഇയാളുടെ എങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത്. ഈ കാശ് ഇയാൾ തരുമോ അല്ലെങ്കിൽ കമ്പനി തരുമോ, അങ്ങനെ അല്ലെങ്കിൽ എന്താണ് അതിന്റെ ബാക്കി കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ ഡീറ്റെയിൽസ് വേഗം തന്നെ ബജാജ് അലയൻസിലേക്ക് ഫാക്സ് ചെയ്ത് കൊടുക്കുന്നു. ബജാജ് അലയൻസ് ദേ ഓൾസോ വെരിഫൈസ് ദ ഡീറ്റെയിൽസ്. ഈ പറയുന്ന പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവര് അത് വെരിഫൈ ചെയ്ത് നോക്കുന്നു. ആൻഡ് പോളിസിയുടെ ബെനിഫിറ്റുകളൊക്കെ എത്രയൊക്കെയാണെന്ന് നോക്കി അതും ഒത്തുനോക്കിയതിനു ശേഷം റെസ്പോൺസ് ടു ദ ഹോസ്പിറ്റലിലേക്ക് അവരുടെ മറുപടി റെസ്പോൺസ് ആയിട്ട്, പ്രതികരണമായിട്ട് അറിയിക്കുന്നു. ആ പ്രതികരണം ഏതൊക്കെ രൂപത്തിലാകാം? മേ ബി അപ്രൂവൽ, ഡിനയൽ ഓർ ക്വറി. ഇങ്ങനെ 3 രീതിയിലാകാം ആര് നമ്മുടെ കമ്പനി പ്രതികരിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാവാം? അപ്രൂവൽ. അപ്രൂവൽ മീൻസ് അതിന്റെ അർത്ഥം എന്താ? ഗ്രീൻ ആണ് സിഗ്നൽ കൊടുക്കുന്നത്, അതിന്റെ ഒരു ടിക്കറ്റ് ഉണ്ട് എന്ന് വെച്ചാൽ എന്താ? അപ്രൂവ്ഡ്, നിങ്ങൾക്ക് അതിന് അർഹതയുണ്ട്. ഡിനയൽ എന്ന് പറഞ്ഞിട്ട് ഇൻഡ്യൂട്ടിരിക്കുകയാണ്, ദാറ്റ് ഈസ് ആ ഒരു ക്ലെയിം നമുക്ക് തൽക്കാലം റിജക്ട് ചെയ്യുകയാണ്, എന്താ പറയാ, നിർവാഹമുള്ളൂ എന്നാണ് ആ ഇൻഡു ഇട്ടിട്ട് റെഡ് കാണിച്ചേക്കുന്നത്. ഫോർവേഡ് ചെയ്യല്ലേ, ക്ലെയിമിന്റെ കാര്യങ്ങളൊന്നും ഫോർവേഡ് ചെയ്യാൻ ഇപ്പൊ പറ്റില്ല, റിജക്ട് ചെയ്തിരിക്കുന്നു. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഏത് സമയത്ത് വേണമെങ്കിലും ഇൻഷുറർക്ക് ആ ക്ലെയിമുകളുടെ പ്രൊസീജിയേഴ്സ് റിജക്ട് ചെയ്യാം. ബിക്കോസ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസില് ചില കാര്യങ്ങള് മിസ്സിംഗ് ആകാം, കൺസീൽ ചെയ്തിട്ടായിരിക്കാം, മിസ്റ്റേക്ക്ലി അവര് ചെയ്തിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം. അങ്ങനെ മിസ്റ്റേക്കുകളൊക്കെ ഇവരുടെ ശ്രദ്ധയിൽ ചിലപ്പോ അവർ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള എഗ്രിമെന്റിനകത്ത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനൊന്നും ക്ലെയിമിംഗ് സെറ്റിൽമെന്റ് ചെയ്യാൻ പെട്ടെന്ന് പറ്റില്ല. അതുകൊണ്ട് റിജക്ഷൻ ആകാം, അതിനെയാണ് ഡിനയൽ എന്ന് വിളിക്കുക. പിന്നെ സംടൈംസ് ആ റെസ്പോൺസ് എങ്ങനെയും ആകാം ക്വറി. ക്വറി മീൻസ് എന്താ? അന്വേഷണം. കുറച്ച് കാര്യങ്ങൾ കൂടി ഡീറ്റെയിൽസ് നമുക്കൊന്ന് അന്വേഷിക്കാനുണ്ട്, അപ്പൊ അന്വേഷണത്തിന് വേണ്ടിയും മാറ്റിവെക്കാം. അപ്പൊ ഈ രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ബജാജ് അലയൻസ് അതിന് റെസ്പോൺസ് കൊടുക്കുന്നു. അപ്രൂവൽ, ഡിനയൽ അല്ലെങ്കിൽ ക്വറി, ഈ രീതിയിലാകാം. ഇനി അപ്രൂവൽ ആണെങ്കിൽ എന്ന് വെച്ചാൽ അപ്രൂവ്ഡ്, ഓക്കെ അപ്രൂവ്ഡ് ആണ്, ക്ലെയിമിന്റെ കാര്യങ്ങളൊക്കെ എല്ലാം നോക്കിയാണ്, ഡോക്യുമെന്റ് ഒക്കെ പക്കയാണ്, ഫയൽ ചെയ്തിരിക്കുന്ന ക്ലെയിമിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ വെരിഫൈ ചെയ്തു, ക്ലിയർ ആണ്, അവിടെ യാതൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല. എങ്കിൽ അപ്രൂവ് ചെയ്തു. എങ്ങനെ അപ്രൂവ് ചെയ്യുന്നു? ടിക്കറ്റല്ല അപ്രൂവ് ചെയ്യണേ, എങ്ങനെയാ? ബൈ സെൻഡിങ് അപ്രൂവൽ ലെറ്റർ ടു ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലേക്ക് ഒരു അപ്രൂവൽ ലെറ്റർ അപ്പൊ തന്നെ അങ്ങോട്ട് ഫാക്സ് ചെയ്ത് വീണ്ടും തിരിച്ചയക്കും. മനസ്സിലായോ? അപ്രൂവൽ ലെറ്റർ കൊടുക്കുന്നത്. അപ്രൂവൽ ലെറ്റർ ഒക്കെ എല്ലാം ഫോർമാറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് ഫില്ലൊക്കെ ചെയ്ത് വേഗം തന്നെ അത് അങ്ങോട്ടേക്ക് അവരുടെ സിസ്റ്റത്തിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്രൂവഡ് ആണെങ്കിൽ അപ്രൂവൽ ലെറ്റർ കൊടുക്കുന്നു. When receiving the approval letter, the hospital admit the patients without any deposit and also provide cashless treatment to the patient. എന്ത് ചെയ്യുന്നു? അപ്പൊ തന്നെ ഈ അപ്രൂവൽ ലെറ്റർ കിട്ടിയാൽ മാത്രമേ ഹോസ്പിറ്റലുകാര് ആ പേഷ്യന്റിനെ അവിടെ ഒരു ഡെപ്പോസിറ്റ് സ്വീകരിക്കാതെ, ക്യാഷ് ഡെപ്പോസിറ്റ് ഒന്നും സ്വീകരിക്കാതെ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുകയും അയാൾക്ക് വേണ്ട ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ്, കാശൊന്നും വാങ്ങിക്കാനുള്ള ട്രീറ്റ്മെന്റ് ആരംഭിക്കുകയോട് തുടങ്ങും. മനസ്സിലായ? ആരംഭിക്കുകയും ചെയ്യും. തുടങ്ങുമല്ല, ആരംഭിക്കുകയും ചെയ്യും. എപ്പോഴാ? അപ്രൂവൽ ലെറ്റർ കിട്ടിയാൽ മാത്രം. അപ്രൂവൽ ലെറ്റർ കിട്ടിയാൽ മാത്രമേ അത് ചെയ്യൂ.
അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനൊപ്പം തന്നെ മെഡിക്കൽ എക്സ്പെൻസുകൾ മാത്രമല്ല നോൺ മെഡിക്കൽ എക്സ്പെൻസ്, അതായത് മരുന്നും മറ്റു കാര്യങ്ങൾക്ക് മാത്രമല്ലാതെ ഉണ്ടാകുന്ന മറ്റു ചെലവുകൾ, അതുപോലെ അതിനോട് ബന്ധപ്പെട്ട അനുബന്ധ ചെലവുകളൊക്കെ ഉണ്ടാവുമല്ലോ, കോ പേയ്മെന്റുകൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ വിൽ ബി പെയ്ഡ് ബൈ ദ കമ്പനി ബിഫോർ ദ ഡിസ്ചാർജ് ഓഫ് ദ പേഷ്യന്റ്. പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം അടച്ചു തീർത്ത് ക്ലോസ് ചെയ്യുന്നു. ആളുടെ ക്ലെയിം എല്ലാം സെറ്റിൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. ആ പ്രോസസ് അവിടെ അവസാനിക്കുന്നു. അപ്രൂവലാണെങ്കിൽ ക്ലിയർ ആയോ? കമ്പനി അപ്രൂവൽ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങളാണ് ആ ബാക്കിയുള്ള 2 പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യും? അപ്രൂവൽ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഹോസ്പിറ്റല് അഡ്മിറ്റ് ചെയ്യും പേഷ്യന്റിനെ വിത്തൗട്ട് എനി ഡെപ്പോസിറ്റ് ഒന്നും സ്വീകരിക്കാതെ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നു. 2 കാര്യങ്ങൾ ചെയ്യും. അതിനുശേഷം അതിന്റെ ഒപ്പം തന്നെ നോൺ മെഡിക്കൽ എക്സ്പെൻസുകൾ, അതുപോലെ കോ പേയ്മെന്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതും will be met by the company before the discharge. ഡിസ്ചാർജിന് മുമ്പ് പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിന് മുമ്പ് ആ പേയ്മെന്റുകളൊക്കെ അടച്ചു തീർത്ത് ക്ലെയിം കംപ്ലീറ്റ്ലി സെറ്റിൽഡ് ആക്കി കൊടുക്കുന്നു. അതാണ് അപ്രൂവൽ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ. ബട്ട് ഇൻ കേസ് ഓഫ് ഡിനയൽ, എന്നാൽ കമ്പനി റിജക്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ക്ലെയിം സെറ്റിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു തീരുമാനമാണെങ്കിൽ, റിജക്ഷൻ ലെറ്റർ ഓർ ഡിനയൽ ലെറ്റർ വിൽ ബി സെൻഡ് ബൈ ദ ബജാജ് അലയൻസ്. ബജാജ് അലയൻസ് സെൻഡ് ചെയ്യുന്ന ലെറ്റർ എന്തായിരിക്കും? ഏത് ലെറ്റർ ആയിരിക്കും? അപ്രൂവൽ ലെറ്റർ അല്ല. ഏത് ലെറ്റർ? ഡിനയൽ ലെറ്റർ ആയിരിക്കും സെൻഡ് ചെയ്യുക. അങ്ങനെ ഡിനയൽ ലെറ്റർ സ്വീകരിക്കുമ്പോൾ ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യും? അവർക്ക് വേറെ നിർവാഹമൊന്നുമില്ല, രോഗിക്ക് എന്തായാലും ചികിത്സ കൊടുക്കണം. ഹോസ്പിറ്റൽ അഡ്മിറ്റ്സ് ദ പേഷ്യന്റ് ആസ് ക്യാഷ് പേഷ്യന്റ്. എന്ത് പേഷ്യന്റ് ആയിട്ട് അവരെ അഡ്മിറ്റ് ചെയ്യും? ക്യാഷ് പേഷ്യന്റ് എന്ന് എഴുതിയിരിക്കും. കാരണം എന്താ? കാശൊക്കെ നിങ്ങൾ തന്നെ, നിങ്ങളുടെ പേയ്മെന്റ് ഒക്കെ നിങ്ങൾ തന്നെ അടയ്ക്കണം എന്നുള്ള രീതിയിൽ ക്യാഷ് പേഷ്യന്റ് ആയിട്ട് നമ്മുടെ പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു. ഇനി അതൊക്കെ കഴിയും, അതെല്ലാം കഴിഞ്ഞു, ക്യാഷ് ഒക്കെ കൊടുത്ത് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോകാൻ അവിടെ ഇതൊന്നും കിടക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ രോഗം മാറി നമ്മൾ അവിടുന്ന് പോകുന്നു. പക്ഷെ നമുക്ക് ക്ലെയിം കിട്ടിയോ? ഇല്ല. എന്ത് കാരണം കൊണ്ടാ ക്ലെയിം അങ്ങനെ റിജക്ട് ചെയ്ത് പോയത്? ബട്ട് ഇത് റീസൺ ഫോർ ഇറ്റ് എന്തായിരിക്കും അതിന്റെ കാരണം? നമ്മൾ തന്നെ അന്വേഷിക്കണം. നമ്മുടെ കുഴപ്പം കൊണ്ടാണോ, അല്ലെങ്കിൽ കമ്പനിക്ക് തെറ്റുപറ്റിയതാണോ? എന്താണെങ്കിലും നമ്മൾ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും ഫോർവേഡ് ചെയ്യും അല്ലെ? ഇല്ലേ? എന്താ ഈ പ്രാവശ്യം ക്ലെയിമൊന്നും കിട്ടിയില്ല, അവിടെ കൈ കിട്ടി നോക്കിയിരിക്കാണോ? അല്ല. ചിലർക്ക് ഹ്യൂജ് എമൗണ്ടുകൾ അതിന് വേണ്ടി ചെലവായിട്ടുണ്ടാകും. നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടാകാം ചിലപ്പോൾ ഈ റിജക്ഷൻ വന്നേക്കുന്നത്. ഇതിന്റെ കാര്യകാരണമൊക്കെ തിരക്കി നമുക്ക് റീഇംബേഴ്സ്മെന്റ് തിരിച്ച് വീണ്ടും അത് ഇംപേഴ്സ് ചെയ്യാൻ വെച്ചാൽ തിരിച്ചു പിടിക്കാൻ, ആ നമുക്ക് ചെലവായ തുകയൊക്കെ തിരിച്ചു പിടിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണമെങ്കിൽ വീണ്ടും ക്ലെയിം ചെയ്യാം. ക്ലിയർ ആയോ? അത് ഡിനയൽ ആണെങ്കിൽ. മനസ്സിലായോ? അല്ലാതെ ഹോസ്പിറ്റലിൽ കാശൊക്കെ കൊടുത്ത് പോകുന്നത്, പക്ഷെ അവിടെ ഒന്നും കിടക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ ഡിസ്ചാർജൊക്കെ ചെയ്ത് പോന്നാലും നമുക്ക് റീഇംബേഴ്സ്മെന്റിന് സാധ്യതയുണ്ട്, പ്രോബബിലിറ്റി ഉണ്ട്, ചാൻസ് ഉണ്ട്. നമ്മളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് കുഴപ്പമുണ്ടായെന്നൊക്കെ മനസ്സിലാക്കി വേണമെങ്കിൽ നമുക്ക് അതിന് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം. അല്ല നമ്മുടെ കുഴപ്പം കൊണ്ട് കഴിഞ്ഞാൽ ഇല്ല, ഞാൻ തെറ്റിച്ചതാ, എനിക്ക് ആ ഒരു ക്ലെയിം കിട്ടാൻ സാധ്യതയില്ല എന്നാണെങ്കിൽ ഓക്കെ, അത് അവിടെ വെച്ചത് തീർന്നു. ക്ലിയർ ആയോ പറഞ്ഞത്? ഡിനയൽ ആണെങ്കിൽ ഡിനയൽ ലെറ്റർ ആയിരിക്കും സെൻഡ് ചെയ്യുക. ആൻഡ് ദ ലാസ്റ്റ് വൺ ക്വറി ലെറ്റർ ആണ്. എപ്പോഴായിരിക്കും ക്വറി ലെറ്റർ? ചിലപ്പോൾ ആ പറയുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന ക്ലെയിം പ്രകാരം ചില ക്ലാരിഫിക്കേഷൻസ് മസ്റ്റ് ബി നീഡഡ് ഫ്രോം ദ ഡോക്ടേഴ്സിൽ നിന്ന് ചിലപ്പോൾ ചില ക്ലാരിഫിക്കേഷൻസ് നമ്മുടെ കമ്പനിക്ക് വേണ്ടി വരും. അപ്പൊ അവരെന്ത് ചെയ്യും? ഹോസ്പിറ്റൽസ് എന്ത് ചെയ്യുന്നു? അവർ ചോദിക്കുന്ന ബജാജ് അലയൻസ് ക്വറി ലെറ്റർ സെൻഡ് ചെയ്യുന്നു. ക്വറി ലെറ്റർ എന്ന് പറഞ്ഞാൽ അന്വേഷിക്കേണ്ട ഒരു കത്താണ്. അപ്പൊ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ബജാജ് അലയൻസുകാർ അന്വേഷിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കുക. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവരുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൃത്യമായിട്ട് ചോദിച്ചു പറഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷം വീണ്ടും അത് എവിടേക്കാണ് പോകും? ബജാജ് അലയൻസിലേക്ക് അവരുടെ അപ്രൂവലിന് വേണ്ടി കാത്തു നിൽക്കാം. അന്വേഷണമൊക്കെ കറക്റ്റ് ആയിട്ട് വരുന്നത് വരെ ഈ ഒരു പ്രോസസ് സ്റ്റെപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അറ്റ് എനി പോയിന്റ്, ഏതെങ്കിലും പോയിന്റ് വെച്ച് അത് അപ്രൂവൽ ആകാം. ചിലപ്പോൾ വീണ്ടും ആ ക്വറി ചെയ്ത ഒരു ക്ലെയിം ചിലപ്പോൾ റിജക്ട് ആകാനും സാധ്യതയുണ്ട്, വീണ്ടും ക്വറി ചെയ്യാനും സാധ്യതയുണ്ട്. അത് ആ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ, ക്ലെയിമിന്റെ സെറ്റിൽമെന്റ് എങ്ങനെയാണെങ്കിലും കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ക്ലെയിമിംഗ് പ്രോസസ്സിന്റെ ഒരു ഇല്ലസ്ട്രേറ്റഡ് ചാർട്ട്, ഫ്ലോ ചാർട്ട് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഒറ്റ നോട്ടത്തിലൊക്കെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഏതെങ്കിലും ഒരു രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത് ആ ഒരു ഇൻഷുറൻസ് കമ്പനി. അപ്രൂവൽ എന്നോ ഡിനയൽ എന്നോ ക്വറി എന്നോ ഈ 3 രീതിയിൽ ഏതെങ്കിലും ഒന്നായിരിക്കും കമ്പനി അപ്രൂവൽ എന്താ പറയാ റെസ്പോണ്ട് ചെയ്യുക. ആ റെസ്പോണ്ടുകൾക്ക് അനുസരിച്ചുള്ള ലെറ്റേഴ്സ് കമ്പനി അപ്പൊ തന്നെ ഹോസ്പിറ്റൽസിലേക്ക് എന്ത് ചെയ്യുന്നു? ഫോർവേഡ് ചെയ്യുന്നു. അപ്രൂവൽ ലെറ്റർ ആകാം, ഡിനയൽ ലെറ്റർ ആകാം, അതുപോലെ തന്നെ ക്വറി ലെറ്ററും ആകാം. ക്ലിയർ ആയോ? ചാർട്ട് മനസ്സിലായോ?
ചാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ NB എന്ന ഫ്ലോ ചാർട്ടിന്റെ അടുത്ത് എഴുതി വെച്ചേക്കാം. ക്ലിയർ? സംശയമൊന്നുമില്ലല്ലോ? Yes. Okay. And the last part of our chapter, നമ്മുടെ ചാപ്റ്ററിന്റെ അവസാനത്തെ ഭാഗമാണ് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഇൻഷുറൻസ് മാനേജറിന്റെ പ്രധാനപ്പെട്ട ചില റെസ്പോൺസിബിലിറ്റീസ് ആണ്, ചില കാര്യങ്ങൾ. അതായത് നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഒരു ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു മാനേജർ ഉണ്ടായിരിക്കും. ആളെ വിളിക്കുന്ന പേരാണ് ഇൻഷുറൻസ് മാനേജർ അല്ലെങ്കിൽ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കും. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ജസ്റ്റ് നമുക്കൊന്ന് അറിയാൻ വേണ്ടി നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേക്കാം. ഒന്നാമത്തേത് സൂപ്പർവൈസിംഗ് ദ ഇൻഷുറൻസിന്റെ ഓപ്പറേഷൻസ്, ഡിസൈനിങ്, ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഓൾസോ ട്രെയിനിങ് ഓഫ് സ്റ്റാഫ് റിഗാർഡിംഗ് ഇൻഷുറൻസ് പ്രോട്ടോകോൾസ്. അതായത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുക, അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക. മാത്രമല്ല അവിടുത്തെ എന്താ പറയാ ഇൻഷുറൻസിന്റെ നിയമങ്ങളൊക്കെ അവിടുത്തെ സ്റ്റാഫുകൾക്കൊക്കെ മനസ്സിലാക്കി കൊടുക്കുക. അതിനുവേണ്ടി ട്രെയിനിങ് കൊടുക്കുക. എല്ലാവർക്കും വേണ്ട, എല്ലാ സ്റ്റാഫിനും വേണ്ട. ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെടാൻ സാധ്യതയുള്ള സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇൻഷുറൻസിന്റെ പ്രോട്ടോകോൾസ് ഒക്കെ ട്രെയിൻ ചെയ്ത് കൊടുക്കുക. അതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. ഇൻഷുറൻസിന്റെ ഓപ്പറേഷൻസ്, ഡിസൈനിങ്, ഇംപ്ലിമെന്റേഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് സ്റ്റാഫ്. അതായത് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള സ്റ്റാഫിന് മാത്രം മതി. ഓക്കെ. പിന്നെ മെഡിക്കൽ സർവീസസ് ടു ഇൻഷുറൻസ് ആൻഡ് പേഷ്യൻസ്, കസ്റ്റമേഴ്സിന്, അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ പേഷ്യൻസ്, ഇവർക്കൊക്കെ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള മെഡിക്കൽ സേവനങ്ങൾ സൂപ്പർവൈസ് ചെയ്യുക. അവർക്ക് കൊടുക്കുന്ന സേവനങ്ങളൊക്കെ കൃത്യമാണോ, എല്ലാവരും ഇൻഷുറൻസിന്റെ ഭാഗത്ത് ക്ലിയർ ആണോ അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണോ, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ നേരിടുന്നുണ്ടോ, അതൊക്കെ മനസ്സിലാക്കുക, സൂപ്പർവൈസ് ചെയ്യാം. അത് ചെയ്യണം. പിന്നെ പ്രോസസിംഗ് ഓഫ് പേഷ്യന്റ് ഇൻഷുറൻസ് ക്ലെയിം, ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലെയിമുകളൊക്കെ പേഷ്യൻസ് നടത്തുമ്പോൾ അതിൽ ഒരു പങ്ക്, അതിൽ പ്രോസസ്സിങ്ങിലൊക്കെ ചെന്ന് കൂടി ചേർന്ന് സഹായിക്കുക, വേണ്ട ഹെൽപ്പൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇഫക്റ്റീവ് കൊളാബറേഷൻ വിത്ത് ഇൻഷുറൻസ് കമ്പനീസ്, ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് നല്ലൊരു കൊളാബ് സൃഷ്ടിക്കുക. എന്താ അത്? നല്ലൊരു കണക്ഷൻ അല്ലെ, ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം ഇൻഷുറൻസ് കമ്പനിയുമായിട്ട്. കാരണം ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്നാണല്ലോ ഈ ക്യാഷ് കിട്ടേണ്ടത്, ഹോസ്പിറ്റൽസിന് ക്യാഷ് കിട്ടേണ്ടത്. കാരണം പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ക്യാഷ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഇൻഷുറൻസ് കമ്പനിയാണ്. അപ്പൊ ഇതുമായിട്ടൊരു ബന്ധം, എന്തായാലും നല്ലൊരു ബന്ധം നമ്മുടെ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവിന് ഉണ്ടായിരിക്കണം. Then they have to maximize patient satisfaction. ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനെ പരമാവധി തൃപ്തരാക്കി വിടുക. ഇൻഷുറൻസിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഇൻഷുറൻസ് കൈകാര്യം ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ആയതുകൊണ്ട് അങ്ങോട്ട് തീർച്ചയായിട്ടും എല്ലാ പേഷ്യൻസും ഇൻഷുറൻസിന്റെ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് ഉറപ്പുവരുത്തണം. പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ഇൻ ഓൾ വേസ്, എല്ലാ രീതിയിലും എല്ലാ നിലകളിലും നോക്കിയാലും പേഷ്യൻസ് ഇൻക്ലൂഡിംഗ് ഇൻഷുറൻസിന്റെ കാര്യത്തിലും നോക്കിക്കഴിയുമ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ഇൻക്രീസ് ഓർ എൻഹാൻസ് ദ ഇമേജ് ഓഫ് ദ ഹോസ്പിറ്റൽ. തീർച്ചയായും അത് ഹോസ്പിറ്റലിന്റെ ഇമേജ് ഇംപ്രൂവ് ചെയ്യുന്നതിന് തുല്യമാണ് അല്ലെ? അങ്ങനെയല്ലേ? ഇപ്പൊ ഒരു ഹോസ്പിറ്റല്, നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്നു, നല്ല ഫെസിലിറ്റീസ് കിട്ടുന്നു അല്ലെ? റൂംസും മറ്റു കാര്യങ്ങളൊക്കെ നല്ല ഹൈജീനിക് ആണ്. അവിടുത്തെ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വളരെ നല്ല കഷ്ടപ്പെട്ട് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലെ? പേഷ്യൻസിന് കൊടുക്കുന്ന റൂംസ് ആയിക്കോട്ടെ, അവിടെയുള്ള എന്താ പറയാ ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, എല്ലാം വളരെ കൃത്യമാണ്, ഓക്കെയാണ്. എല്ലാം ഫുഡ് അവിടെ സപ്ലൈ ചെയ്യുന്ന നമ്മുടെ ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെന്റ്, കിച്ചൺ ഡിപ്പാർട്ട്മെന്റ് ഫുഡൊക്കെ സപ്ലൈ ചെയ്യുമ്പോൾ അതൊക്കെ വളരെ ഹൈജീനിക് ആണ് അല്ലെ? അങ്ങനെയൊക്കെ എല്ലാ വിഭാഗവും നോക്കുമ്പോൾ എല്ലാം ഓക്കെയാണ്. ഇൻഷുറൻസിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ എല്ലാം വളരെ സ്പീഡി ആയിട്ട് അവിടുത്തെ ക്ലെയിം ഒക്കെ സെറ്റിൽ ചെയ്ത് കിട്ടുന്നുണ്ട്. ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ പേഷ്യൻസ് ഒക്കെ വളരെയധികം സാറ്റിസ്ഫൈഡ് ആകും. അപ്പൊ എന്ത് ചെയ്യും? പുറത്തേക്ക് ഇറങ്ങി ഹോസ്പിറ്റലൈസേഷൻ ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആശുപത്രി കിടക്കുന്ന ദിവസം ഒക്കെ ഒരു കുഴപ്പമുണ്ടായില്ല, സൂപ്പർ ആയിരുന്നു. അവിടുത്തെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നഴ്സസ് ആയിക്കോട്ടെ, അവിടെ നമുക്ക് കിട്ടിയ സൗകര്യങ്ങളായിക്കോട്ടെ, ഏറ്റവും ഇൻഷുറൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി എന്നൊക്കെ 10 ആൾക്കാരോട് നമ്മൾ പറയുമ്പോൾ അതെന്തായി? അതെന്താ? അഡ്വർടൈസ്മെന്റ്. തീർച്ചയായിട്ടും അതൊരു പരസ്യമാണ്. ആൾക്കാര് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഗുഡ് വിൽ, ഇമേജ്, അതിന്റെയൊക്കെ സൽപ്പേരൊക്കെ വർദ്ധിപ്പിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു അഡ്വർടൈസ്മെന്റ് തന്നെയാണ്. പേഷ്യൻസ് അവരുടെ സ്വന്തം അനുഭവം പങ്കുവയ്ക്കുമ്പോഴേ മറ്റുള്ളവർ പറഞ്ഞത് കേട്ടതല്ല. നമ്മൾ അഡ്വർടൈസ്മെന്റിൽ നമുക്ക് കാണാറുണ്ട് അല്ലെ? പരസ്യങ്ങള് പല മീഡിയാസിലും പല രീതിയിലും മറ്റുള്ളവരെ കസ്റ്റമേഴ്സിനെ എന്താ പറയാ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പരസ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ അവര് യഥാർത്ഥത്തിൽ ഇതൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ചില ഒത്തിരി പ്രോഡക്റ്റുകൾ അങ്ങനെ ഉപയോഗിച്ചു എന്ന് വരുത്തിയിട്ട് അവര് അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ റിവ്യൂസ് ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള പരസ്യങ്ങളൊക്കെ അഭിനയിക്കുന്നുണ്ട് ആളുകൾ. പക്ഷെ എത്രത്തോളം അതിലൊക്കെ ശരിയുണ്ടെന്ന് നമ്മൾ ഉപയോഗിച്ച് 2 മാസമൊക്കെ ഉപയോഗിച്ചാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ നല്ല കൊള്ളാവുന്നതാണോ അല്ലെങ്കിൽ ചീത്തയാണോ എന്നൊക്കെ.
അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ സ്വന്തം എക്സ്പീരിയൻസിൽ എന്ന് പറയുമ്പോഴോ അത് വലിയ അഡ്വർടൈസ്മെന്റ് ആണ്. അത് ഹോസ്പിറ്റലിന്റെ ഇമേജസിനെ വർദ്ധിപ്പിക്കും. ടു റിവ്യൂ ഇൻഷുറൻസ് ക്ലെയിംസ്, മാത്രമല്ല ഇൻഷുറൻസിന്റെ ക്ലെയിമുകളൊക്കെ റിവ്യൂ ചെയ്യുക, അതിന്റെ അക്യുറസി ഉറപ്പുവരുത്തുക. അതായത് ഇൻഷുറൻസിന്റെ പോളിസിയിൽ പറഞ്ഞേക്കണ എഗ്രിമെന്റിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ ഈ പറയുന്ന പേഷ്യൻസിന് ഇതൊക്കെ കിട്ടുന്നുണ്ടോ അതൊക്കെ നോക്കുക, അന്വേഷിക്കുക, അതിന്റെ കൃത്യത ഉറപ്പുവരുത്തുക. ഇനി ക്രിട്ടിക്കൽ ഇഷ്യൂസ്, അതായത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ട് വിമർശനാത്മകമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ദ മാനേജ്മെന്റ്. അത് ആരെ അറിയിക്കണം? മാനേജ്മെന്റിലേക്ക് അറിയിക്കുക, റിപ്പോർട്ട് ചെയ്യുക. എന്ത് ഇഷ്യൂസ് ഉണ്ടായാലും, അതല്ലെങ്കിലും ഏത് ഓർഗനൈസേഷനും എന്ത് ഇഷ്യൂസ് ഉണ്ടായാലും നമ്മൾ സ്വയം പരിഹരിക്കുന്നതിനേക്കാൾ നല്ലത് അത് ആരിലേക്ക് കൊടുക്കുന്നതായിരിക്കും? മാനേജ്മെന്റിലേക്ക്. കാരണം they can make their own decisions and corrections, അല്ലെ? എന്ത് ഡിസിഷൻസ് പുതിയത് കൊണ്ടുവരാനും തീരുമാനങ്ങൾ എടുക്കാനും എന്തെങ്കിലുമൊക്കെ കറക്ഷൻസ് ഉണ്ടെങ്കിൽ വരുത്താനും ആർക്കാ ഏറ്റവും കൂടുതൽ അധികാരം? മാനേജ്മെന്റിനാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മാനേജ്മെന്റിന്റെ നോട്ടീസിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. സബ്മിറ്റ് മന്ത്ലി റിപ്പോർട്ട്സ്, ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മന്ത്ലി റിപ്പോർട്ടുകൾ, മാസം ആ റിപ്പോർട്ടുകൾ സമർപ്പിക്കുക. ടു അറ്റൻഡ് ആൻഡ് അറേഞ്ച് ഇൻഷുറൻസ് പ്രസന്റേഷൻ ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി, അതായത് ഹോസ്പിറ്റൽസിന്റെ അകത്തും പുറത്തും ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില മീറ്റിങ്ങോ മറ്റു കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുക, അതിലൊക്കെ പങ്കെടുക്കുക. സംഘടിപ്പിച്ചാൽ മാത്രം പോരാ, നമ്മൾ കൂടി അതിനകത്തേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റണം. പിന്നെ ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ്സ് ആഴ്ചയിൽ വീക്ക്ലി ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക. ഓരോരോ ഡിപ്പാർട്ട്മെന്റുകൾ വൈസ് എന്ത് ചെയ്യാം? മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുക. ദെൻ ഇൻഷുറൻസ് ഡിസ്കൗണ്ട്സ്, ഇൻഷുറൻസ് റിജക്ഷൻസ്, ഇതൊക്കെ മോണിറ്റർ ചെയ്യുക. ഇൻഷുറൻസിന്റെ എന്താ പറയാ ഡിസ്കൗണ്ടുകൾ, ഓഫറുകളൊക്കെ കൊടുക്കണമെങ്കിൽ അത്, അതിലെന്തെങ്കിലും റിജക്റ്റഡ് ആകുന്നുണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി നോക്കി മനസ്സിലാക്കി അതൊക്കെ ഇടയ്ക്ക് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ദ schemes, insurance schemes are up to date to the system. നമ്മുടെ എല്ലാ ഇൻഷുറൻസ് സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താ പറയാ കമ്പ്യൂട്ടറിൽ, അതായത് സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതായത് ടൈമിൽ ലാഗ് വരാതെ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് വേണ്ട രീതിയിൽ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യാം? സേവ് ചെയ്യാതെ കൊണ്ടുവരുമ്പോൾ അപ്ഡേഷൻസ് നടക്കൂല. അപ്പൊ അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോകുക, അതൊക്കെ ഉറപ്പുവരുത്തുക പുള്ളിക്കാരൻ, എക്സിക്യൂട്ടീവ്. ആൻഡ് ഇറ്റ് പ്രൊവൈഡ് ട്രെയിനിങ് ടു ദ സ്റ്റാഫ്, തന്റെ കീഴിലുള്ള ഇൻഷുറൻസിന്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റാഫ് തന്റെ കീഴിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ. ആൻഡ് ലാസ്റ്റ്ലി പുതിയ റെസ്പോൺസിബിലിറ്റീസ്, എപ്പോഴെങ്കിലൊക്കെ ഇപ്പൊ ഇൻഷുറൻസ് ഒക്കെ ആയതുകൊണ്ട് പുതിയ അപ്ഡേഷൻസ് വരും ഇൻഷുറൻസിന്റെ കാര്യങ്ങളിലൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്റെ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കി ഏറ്റെടുത്ത് അതനുസരിച്ച് പ്രവർത്തിക്കുക. ഏത് പുതിയ എന്താ പറയാ മാറ്റങ്ങൾ വരുമ്പോൾ അതനുസരിച്ച് എല്ലാത്തിനും മാറ്റങ്ങൾ വരും, അല്ലെ? അപ്പൊ ഹോസ്പിറ്റൽസിന്റെ കാര്യങ്ങളിൽ മാറ്റം വരും, ഇൻഷുറൻസിന്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റം വരും. അപ്പൊ ഏറ്റെടുക്കേണ്ട ചുമതലകളും മാറും, റെസ്പോൺസിബിലിറ്റീസും ചിലപ്പോൾ കൂടി വരും. അപ്പൊ അയ്യോ ഇത് എന്റെ അല്ല, ഞാനിത് ചെയ്യേണ്ട ആളല്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കാതെ അതൊക്കെ നമ്മൾ ഏറ്റെടുക്കാനും അതിന്റെ കൂടെ അതനുസരിച്ച് ന്യൂ റെസ്പോൺസിബിലിറ്റീസിന് അഡാപ്റ്റഡ് ആകാനും ഒക്കെ എക്സിക്യൂട്ടീവ് നമ്മുടെ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സോ ദീസ് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് ഓർ ഇൻഷുറൻസ് മാനേജർ. ഒരു ഹോസ്പിറ്റലിലെ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവിന്റെ റോളുകൾ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മളിപ്പോ പറഞ്ഞു തീർത്തത്. അതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. ക്ലിയർ ആയോ? പോയിന്റ് ഒക്കെ ക്ലിയർ ആയോ? Yes, so that was the last part of our chapter. നമ്മുടെ ചാപ്റ്ററിന്റെ അവസാന ഭാഗമായിരുന്നു. ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, അല്ലെ? ഇൻഷുറൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർക്ക് വേണ്ട ഒരു സാധനമാണ് ഇൻഷുറൻസ്, അല്ലെ? ഹോസ്പിറ്റൽസ് ഇതൊന്നും അവോയ്ഡ് ചെയ്തൊന്നും നമുക്ക് പറ്റില്ല. കാരണം ഒത്തിരി എന്താ പറയാ നമ്മളുടെ ലൈഫിൽ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് ഡിസീസസ്, ആക്സിഡന്റ്സ് പറ്റിയൊക്കെ. അപ്പൊ അതിനൊക്കെ നമുക്ക് സെക്യൂർ ചെയ്യാൻ, അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് എന്താ പറയാ സെക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇൻഷുറൻസ് പോളിസീസ് ഒക്കെ എടുക്കുക എന്നുള്ളത്. അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു, അല്ലെ? ഇൻഷുറൻസ് എന്താണെന്ന് വരെ ചിലപ്പോ അറിയില്ലാതിരുന്നവരും ഉണ്ടായിരിക്കും. അപ്പൊ അതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ? ഇൻഷുറൻസ് എന്തിനാണ് ആളുകൾക്ക് എന്നൊക്കെ, അത് രണ്ട് രീതിയിലുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ പഠിച്ചു തീർത്തത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചാപ്റ്റർ ക്ലിയർ ആയല്ലോ? എനി ഡൗട്ട്സ്? ഒന്നുമില്ലല്ലോ? നമ്മൾ മാർക്ക് ചെയ്യാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാകും, അണ്ടർലൈൻ ചെയ്തു പോകാൻ പറഞ്ഞതൊക്കെ.
അതുകൊണ്ട് അതൊക്കെ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കി അതൊക്കെ നന്നായിട്ട് പഠിക്കുക. അത് മാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കി അത് മാത്രം വരച്ചിട്ട് മാത്രം പഠിക്കരുത് എന്നൊരു അപേക്ഷയുണ്ട്. നമ്മള് അപ്പോൾ ഒരു വലിയ ഉത്തരവാദിത്വം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു ആളായി മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോഴ്സ് എടുത്ത് കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് നമ്മൾ ഇതിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും നമുക്ക് ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോകുമ്പോൾ ഒരു ഹോസ്പിറ്റൽ എന്താണ്, ഹോസ്പിറ്റലിൽ ഏതൊക്കെ തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്, ആ ഡിപ്പാർട്ട്മെന്റുകൾ ഓരോന്നും മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റും സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റുകളായിട്ടുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ചില ഡിപ്പാർട്ട്മെന്റുകളും ഒക്കെ നമ്മൾ വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചു എന്നുള്ളതാണ് വെയിറ്റേജ്. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വിശദമായിട്ടൊക്കെ നമ്മൾ പഠിച്ചു തീർത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് പ്രായോഗികമായിട്ട് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ കിട്ടുന്ന അവസരം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, നമ്മുടെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് കഴിയുമ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരും. സോ അതിനുവേണ്ടി നിങ്ങൾ ഇതെല്ലാം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കണം. അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾ പഠിക്കണം എന്നുള്ളതും അതോടൊപ്പം തന്നെ ഈ ചാപ്റ്ററിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ ഞങ്ങൾ സ്കിപ്പ് ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് മാത്രം പഠിക്കുള്ളൂ എന്ന് വിചാരിക്കരുത്. അത് ഞാൻ ഒട്ടും പ്രിഫർ ചെയ്യുന്ന കാര്യമല്ല. നിങ്ങൾ ചാപ്റ്റർ കൂടി നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കണം. ഓക്കെ, എല്ലാവരും കൂടി കുറച്ച് കൂട്ടത്തോടെ ആക്രമിക്കുന്നു എന്നെ എന്താണെന്നറിയോ, അവിടെ ഒരു എക്സ്ട്രാ നോട്ട് എന്ന് പറഞ്ഞു കിടക്കുന്നുണ്ട്. അതാണ് എന്ന് പറയുന്നത്. എക്സ്ട്രാ നോട്ടിന് ഏതെങ്കിലും നിങ്ങൾ മൊഡ്യൂളിനകത്ത് ആ മെഡിക്കൽ ഇൻഷുറൻസ് എക്സ്ട്രാ നോട്ട് പറഞ്ഞിട്ട് ചാപ്റ്ററിന്റെ നമ്പർ ഉണ്ട്, പേര് പറഞ്ഞു വേഗം പറഞ്ഞു വേഗം പറയും, നിങ്ങൾ തന്നെ പറയും. ഒരു മൊഡ്യൂൾ വൈസ് 1, 2, 3, 4 1, 2, 3, 4 മൊഡ്യൂൾസ് പറഞ്ഞിട്ട് ഒരു സിലബസ് കിട്ടുന്നുണ്ടോ പിള്ളേരെ? കിട്ടുന്നുണ്ടോ? കിട്ടിട്ടുണ്ടോ? അതിൽ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് 3rd and 4th മൊഡ്യൂളുകളായിരുന്നു. 4th മൊഡ്യൂളിലെ ചാപ്റ്ററുകളാണ് നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയത്. 4th മൊഡ്യൂളിലായിരുന്നു മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ആ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഒരു ചാപ്റ്ററിന്റെ നമ്പർ ഇട്ട് അങ്ങനെ ഇൻഷുറൻസുമായി വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കിയേ, ഉണ്ടോ? ഇല്ല. സോ ദാറ്റ് ഇല്ല എന്നതിന്റെ അർത്ഥം ആവശ്യമില്ലാത്ത നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇഷ്ടം പോലെ ഇട്ട് അത് നമ്മളുടെ ചാപ്റ്റർ അല്ല, അത് ചാപ്റ്റർ അല്ല. ചാപ്റ്ററിന്റെ നമ്പർ ഇട്ട് അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താ, നിങ്ങളോട് ഞാൻ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലൂടെ നമ്മൾ തമ്മിൽ കാണുന്നതല്ലേ, എന്ത് സാധനം ഉണ്ടെങ്കിൽ നമ്മളത് ഫുള്ള് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഒരു സെന്റൻസ് പോലും ബാക്കി വെക്കാതെ പഠിപ്പിച്ചത്. പക്ഷേ that chapter medical insurance extra note is not a chapter in that module. ആ മൊഡ്യൂളിൽ അങ്ങനെ ഒരു ചാപ്റ്റർ ഇല്ല. ചാപ്റ്റർ ഇല്ലാത്ത ചാപ്റ്റർ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. അത് എക്സ്ട്രാ നോട്ട് എന്ന് പറഞ്ഞാൽ ആരോ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു എക്സ്ട്രാ നോട്ട് അവിടെ കയറി വന്നത്. അല്ലാതെ ഇഷ്ടം പോലെ നമുക്കിവിടെ തന്നിരിക്കുന്ന ചാപ്റ്റർ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് 3rd മൊഡ്യൂളിൽ ഒരു 13 ചാപ്റ്ററും 4th മൊഡ്യൂളിൽ ഒരു 11 ചാപ്റ്റർ കിടക്കട്ടെ. ഇത് കംപ്ലീറ്റ് ചെയ്തോന്ന് നോക്കിയേ നിങ്ങൾ. ഇത് കംപ്ലീറ്റ് ചെയ്തോന്ന് മാത്രം ഒന്ന് നോക്കുക. അത്രയും കംപ്ലീറ്റ് ചെയ്തോന്ന് നോക്കി പറഞ്ഞാൽ മാത്രമേ അവിടെ ഏതെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ